ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും ഭൂമിയുടെ അഗാധതലങ്ങളിലെ സ്വർഗീയ ഉറവിയിലെ ജലം കൊണ്ടും ഈ ഭൂമിയിലെ സകലവിധ ശ്രേഷ്ഠ വിഭവ സമ്പത്തുക്കൾ കൊണ്ടും ഈ ഭൂമിയിലെ സകലവിധ ധാന്യ സമൃദ്ധി കൊണ്ടും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹോരേബിലെ മുൾപ്പടർപ്പിൽ വെളിപ്പെട്ട അഗ്നിയിലെ വരപ്രസാദവും പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ അധികാരവും ഇളം പുല്ലിൻ്റെ മേൽ പൊടിമട പോലെ പെയ്തിറങ്ങുന്ന ദൈവവചനത്തിൻ്റെ ശക്തിയാലും സർവശക്തനായ ദൈവം ഇന്ന് രാത്രി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൻ്റെ വാതിൽ തുറന്ന് സർവശക്തനായ ദൈവം തന്നെ അളവില്ലാത്ത പൊന്നു തൃക്കൈയുണ്ട് ഇന്ന് രാത്രി നിങ്ങൾക്ക് വാരി വിളമ്പുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ സമ്മേളനത്തിൻ്റെ ഒരു ഭാഗമാകുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ഈ വിലയേറിയ അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ശ്രേഷ്ഠന്മാരായ ദൈവഭൃത്യന്മാരുടെ നിരയിൽ എളിയവനായി എനിക്കും ഈ കസേരയിലൊന്നും ഇരിക്കാൻ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും പൗരോഹിത്യ ശ്രേഷ്ഠന്മാർക്കും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ശക്തന്മാരായി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ എല്ലാവർക്കും ഗ്രൗണ്ടിലും സ്റ്റേജിലും ഈ ഓൺലൈനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയം നിറഞ്ഞ സ്നേഹ വന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. സ്തോത്രം. ഇതുവരെ നിങ്ങൾ ഇരുന്ന മൗനം നല്ലതായിരുന്നു. ഇനി അത്രയും മൗനം വേണ്ട, കുറച്ച് മൗനം കുറയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്കൊക്കെ ഒരു സ്തോത്രം പറയാമെന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെന്ന് സ്തുതിച്ചാട്ടെ. ഈ കൺവെൻഷൻ്റെ ഹെഡിങ് വളരെ നല്ലതാണ്. യൂണിയൻ കൺവെൻഷൻ. അമേൻ. പ്രൈസ് ദി ലോർഡ്. അമേൻ. ലോകത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ യൂണിയനുകൾ ഒരുപാടുണ്ടെങ്കിൽ യൂണിറ്റി വളരെ കുറവാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യൂണിറ്റിയുള്ള യൂണിയനുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അമേൻ. ഈ ലോകത്തിൽ തന്നെത്താൻ ആർക്കും നിൽക്കാൻ പറ്റില്ല എന്ന് ഒരു വ്യക്തി അറിയുന്നതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവ്. നമ്മുടെ പ്രശ്നം, നമുക്കെല്ലാം ഒരുപാട് അറിവുണ്ട്, ആ അറിവ് മറ്റുള്ളവർക്ക് മുറിവാണെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. സ്തോത്രം. എന്നാൽ ഏറ്റവും വലിയ അറിവ്, ഈ ലോകത്തിൽ ഒരാൾക്കും തന്നെത്താൻ നിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ കണ്ണിലിരിക്കുന്ന കണ്ണടയ്ക്ക് ഒരു അഹങ്കാരമുണ്ട്. കാരണം വാച്ച് എന്ന വാക്കിൽ കയ്യെന്നില്ല, മോതിരം എന്ന വാക്കിൽ വിരളെന്നില്ല, മാല എന്ന വാക്കിനകത്ത് കഴുത്തില്ല, കൊലുസെന്ന വാക്കിനകത്ത് കാലില്ല. എന്നാൽ കണ്ണട എന്ന വാക്കിനകത്ത് കണ്ണുണ്ട് എന്നുള്ളതാണ് കണ്ണടയുടെ അഹങ്കാരം. കണ്ണട എന്ന വാക്കിനകത്ത് കണ്ണ് എന്ന പദമുണ്ടല്ലോ, പക്ഷേ കണ്ണടയ്ക്ക് ഇതുവരെ അറിയില്ല അത് മൂക്കലായിരിക്കുന്നതെന്ന്. അതാണ് ആ കണ്ണടയുടെ അഹങ്കാരം. അതോടാണ് തീരുന്നത്. ആ അറിവെന്ന് കണ്ണടയ്ക്ക് കിട്ടുമോ അന്നാണ് കണ്ണടയുടെ അഹങ്കാരം തീരുന്നത്. കണ്ണട എന്ന വാക്കിൽ കണ്ണ് എന്ന പദമുണ്ടെങ്കിലും അതിരിക്കുന്ന മൂക്കല. അതിന് രണ്ട് വാലിരിക്കാൻ കാതും കൂടിയില്ലെങ്കിൽ കണ്ണട എന്ത് പറയാം, മൂക്കട എന്ന് വല്ലതും പറയേണ്ടി വരും. വി ഓൾവേസ് വി ആർ ഡിപ്പെൻഡിങ് അപ്പോൺ അതേഴ്സ്. നമ്മളെപ്പോഴും മറ്റൊരാളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ദേഹത്ത് ഞാൻ ഒരു പാത്രം മണ്ണും വാരി എറിഞ്ഞാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ചിലപ്പോൾ ഒരു അസഹ്യത തോന്നും, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ദേഹത്ത് ഒരു ബക്കറ്റ് വെള്ളം ഞാൻ കോരി ഒഴിച്ചാൽ നിങ്ങൾക്ക് നനയും, അത്രേ ഉള്ളൂ. പക്ഷെ ആദ്യം എറിഞ്ഞ മണ്ണും രണ്ടാമതൊഴിച്ച വെള്ളവും കൂടെ ചവിട്ടിക്കുടച്ച് ഒരു ഇഷ്ടിക ഉണ്ടാക്കി എറിഞ്ഞ് നിങ്ങൾ ചത്തുപോകും ചിലപ്പോൾ. അതാണ് രണ്ടുപേരും ഒന്നിച്ച് നിന്നാലുള്ള ഗുണം. ഐക്യത വളരെ ഭയങ്കര ശക്തമാണ്. സ്തോത്രം. ഒരിക്കൽ ഞാൻ അറിയാതെ ഓർത്തു പോയിട്ടുണ്ട്, ദൈവം എന്തിനാണ് 5 വിരലുകൾക്കിടയിൽ ഇത്തരം വിടവ് തന്നേന്ന്. 5 വിരലുകൾക്കിടയിൽ വിടവുണ്ട്. എന്തിനാണെന്നറിയോ? മറ്റൊരാളുടെ കൈ കോർക്കാനുള്ള വിടവാതെന്ന് ഒരു പണ്ഡിതൻ പറഞ്ഞതാണ്. സ്തോത്രം. വേറൊരു കൈ കോർക്കണമെങ്കിൽ ഈ കൈക്ക് വിടവ് വേണം. ഈ വിരലുകൾ കൂട്ടിപ്പിടിച്ചാൽ വേറെ ആൾക്ക് കോർക്കാൻ പറ്റില്ല. 2 കൈകൾ കോർക്കുമ്പോഴാണ് ആ ബലം. കോർത്ത് പിടിച്ച കൈയെ ഉടയ്ക്കാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയില്ലെന്ന്. എത്ര പേർക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഐക്യതയെ, ഇവിടുത്തെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തെ, ആ ഏക മനസ്സിനെ ഞാൻ ശ്ലാഘിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. കാരണം 38 വർഷമായി ഞാൻ ബൈബിൾ എടുത്ത് പ്രസംഗിക്കാൻ ആരംഭിച്ചിട്ട്. ആമേൻ. ഇന്ത്യ മഹാരാജ്യത്തിലെ 142 കോടി ജനങ്ങളുടെ ഇടയിൽ 786 ജില്ലകളും 6.5 ലക്ഷം ഗ്രാമങ്ങളും 631 ഭാഷകളുമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് പലയിടത്തും കാണാത്തൊന്ന് വാളകത്ത് കണ്ടാൽ ഒരു സന്തോഷമില്ലേ? ഹല്ലേലൂയ. സ്തോത്രം. ഒത്തിരി സ്ഥലങ്ങളിൽ പോകാറുണ്ട്, കാണാറുണ്ട്. അതുകൊണ്ട് പലയിടത്തും കണ്ടിട്ടില്ലാത്ത ഒന്ന്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ കാണുമ്പോഴുള്ള സന്തോഷം
കർത്താവിൻ്റെ നാമത്തെ മുഖത്തപ്പെടുത്തിയ, അതിനുവേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്ന, അതിനുവേണ്ടി ചേർന്ന് നിൽക്കുന്ന, ആമേൻ, ഇത് ഒരു ഓൺലൈനിലൂടെ ലോകം മുഴുവൻ കേൾക്കുന്നതായതുകൊണ്ട് എല്ലാവരും അറിയട്ടെ. ആമേൻ. ഐക്യമത്യം മഹാബലം. സ്തോത്രം. ഒന്നിച്ച് നിൽക്കുമ്പോൾ അവിടെ ശത്രു തോറ്റുപോകും. അതിന് നിങ്ങളൊരു സ്തോത്രം പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചു. ആന്ധ്രയിലൊക്കെയാണ് 5 സ്തോത്രം പറഞ്ഞത്. എനിക്കിപ്പോൾ രാത്രിക്ക് ആന്ധ്രയിൽ പോകാൻ പറ്റുകയല്ലോ. ഒന്ന് നല്ലപോലെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് നിന്നാൽ ശത്രു തോറ്റുപോകും. ആമേൻ. നമ്മുടെ ലക്ഷ്യം ശത്രുവിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. വഴിയിൽ നിറച്ച് മണ്ണിടിഞ്ഞ് കിടന്നാൽ മുമ്പേ വരുന്ന കാറുകാരന് മുമ്പ് പോകാൻ പറ്റില്ല. അയാൾ കാറ് നിർത്തും. കാറ് നിർത്തുമ്പോൾ പുറകിന് വരുന്ന കാറുകാരെല്ലാം നിൽക്കി മണ്ണ് മാറ്റാതെ പോകാൻ പറ്റില്ല. റോഡ് ഇടിഞ്ഞ് മണ്ണ് കിടക്കുക. ഉടനെ അവിടെ നിന്ന് അടുത്ത വീട്ടുകാരെ വിളിച്ച് 2 തൂമ്പായി വല്ലതും എടുത്ത് ആദ്യം വന്ന കാറുകാരൻ മണ്ണ് മാറ്റാൻ തുടങ്ങുമ്പോൾ പുറകിന് വന്ന കാറുകാരെല്ലാം തൂമ്പ കയ്യിലേലും കൈകൊണ്ടാണെങ്കിലും ഒരു പിടി മണ്ണ് മാറ്റിയിട്ടാൽ എല്ലാ വണ്ടിയും എളുപ്പമെന്ന് പോകാം. എത്ര പേർക്ക് പറഞ്ഞതിന് അർത്ഥം മനസ്സിലായി? അർത്ഥം പറഞ്ഞ സ്തോത്രം പറയും. അല്ലാത്തവർ മനസ്സിലാകുന്ന കാലത്ത് എന്നേലും ഒന്ന് പറഞ്ഞാൽ മതി. സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. മുഖവരകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആമേൻ. ഈ മഹായോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് കർത്താവിനെ ഏൽപ്പിച്ച അനുഗ്രഹീതമായ ഒരു ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ പ്രഭാഷണം ആരംഭിക്കുന്നു. യെസ്. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടി അവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ഏറ്റവും ഭയപ്പെട്ടു. കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് ബൈബിൾ അടയ്ക്കാമോ? സ്തോത്രം. എനിക്കറിയാം നിങ്ങളിൽ പലരും ഇന്നാണ് ബൈബിൾ തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ 5-6 അധ്യായം വായിച്ചിട്ട് അടയ്ക്കത്തുള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അടപ്പിച്ചത്. കാരണം ഇത് പ്രഭാഷണമാണ്, ബൈബിൾ വായന മത്സരമല്ല. അതുകൊണ്ട് ബൈബിൾ എല്ലാവരും ഒന്ന് അടച്ചിട്ട് വാ തുറന്ന് സ്തോത്രം പറയാൻ തുടങ്ങിയാട്ടെ. കാറ്റും കടലും കൂടി ഇവൻ അനുസരിക്കുന്നു, ഇവനാർ. ഇന്ന് രാത്രി സകലരും അത്ഭുതപ്പെടുന്ന അത്ഭുതത്തിൻ്റെ രാജാവായ എൻ്റെ പ്രാണനാഥൻ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ സ്തോത്രം. ആമേൻ. വിശ്വസിക്കുന്നവരുടെ ആരാധന. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ, ഐക്യമത്യത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് സത്യവചനം അറിയിച്ച തമ്പുരാൻ ഇന്ന് രാത്രി ണ്ട്, ഈ കൺവെൻഷനിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുടെ സ്തോത്രങ്ങൾ ഉയരട്ടെ, എന്ന് വിശ്വസിക്കുന്നവർ ആരാധന ഉയരട്ടെ. ഇന്ന് രാത്രി കർത്താവ് വചനം അയച്ച് സൗഖ്യമാക്കുന്ന യഹോവയാകയാൽ ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ മധ്യ പാപികളുടെ മാനസാന്തരം മാത്രമല്ല, രോഗികളുടെ സൗഖ്യം സംഭവിക്കട്ടെ. 10,000 കണക്കിന് രൂപ ആശുപത്രിയിൽ കൊടുത്ത് വിവിധ വൈദ്യന്മാരാൽ ചികിത്സിച്ചു മടുത്തുപോയ പഴകിയ രോഗങ്ങൾ വരെ ഇന്ന് രാത്രി വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പോലും നിന്നെ തൊടാതെ ഈ ഗ്രൗണ്ടിൽ വെച്ച് അത്ഭുത വിടുതൽ പ്രാപിക്കുവാൻ the power of God, the power of God, the power of fire. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ റിസീവ് ചെയ്താട്ടത്, വചനം റിസീവ് ചെയ്താട്ട് ഇന്ന് ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പോലും നിങ്ങളുടെ ദേഹത്ത് കൈതൊടാതെ, ഒരുത്തരും നിങ്ങളുടെ അടുത്ത് വരാതെ കർത്താവിന്റെ കരം, ദൈവത്തിന്റെ വചനം നിങ്ങളെ തൊട്ട് ഇന്ന് രാത്രി വിടുവിക്കുമെന്ന് ഉറപ്പുള്ളവർ. യെസ്. ഒരു ദൈവത്തിന്റെ ആത്മാവിൽ ഒരു ദൂത് പറയാ. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്ക്. നിങ്ങൾ വചനം അയച്ച് സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പറയുമ്പോൾ, വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിന് ഉള്ളിലേക്ക് അയച്ച് നാഡീ ഞരമ്പുകളിൽ, മാംസപേശികളിൽ അത്ഭുത വിടുതൽ തരാൻ കഴിയുന്ന ദൈവം. യെസ്. സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. ഇതൊരു അഭിഷേകത്തിന്റെ മീറ്റിംഗാ, ഇതൊരു ആരാധനയുള്ള മീറ്റിംഗാ, ഇതൊരു ദൈവശക്തി വ്യാപരിക്കുന്ന മീറ്റിംഗാ, ഇത് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന മീറ്റിംഗാ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക. സന്തോഷത്തോടെ. യെസ്. പ്രാണനാഥനെ ഇന്ന് രാത്രി ഞങ്ങളുടെ പാദത്തിലേക്ക് നിങ്ങൾ സമർപ്പിക്കുന്നപ്പാ. ഇന്നലെ വരെ പ്രസംഗിച്ച പരിചയം കൊണ്ട് ഇന്ന് രാത്രി പ്രസംഗിപ്പാനിടയാകരുത്. അടിയനെ ഒരു പുതിയ കൃപ കൊണ്ട് ദൈവം നിറയ്ക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ മീറ്റിംഗ് ഒരു വലിയ വിടുതൽ ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ.
സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നു. ഇവൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന യേശു എൻ്റെ ഹൃദയത്തിനകത്തുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന യേശുവിനെ ഇന്ന് രാത്രി ആമേൻ അറിയേണ്ട പോലെ അറിഞ്ഞവരുടെ ആരാധനയും അവരുടെ ഹല്ലേലൂയ ഗ്രൗണ്ടിൽ നിന്ന് മുഴങ്ങട്ടെ. യേശുവിനെ ഇന്ന് രാത്രി കാലം നിങ്ങൾ വാക്യം ശ്രദ്ധിച്ച് ആമേൻ കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നു. ഇവൻ എന്ന് പറഞ്ഞത് യേശുവിനെ അറിയാത്തവരല്ല, യേശുവിനെ കണ്ടിട്ടില്ലാത്തവരല്ല, യഹൂദന്മാരല്ല, പരീശന്മാരല്ല. 3.5 കൊല്ലം യേശുവിന്റെ കൂടെ നടന്നവരാ. അവർ അത്ഭുതങ്ങൾ കണ്ടവരാ. അവർ ലാസർ ഉയർക്കുന്നത് കണ്ടതാ. 18 വർഷം കൂനിയായ സ്ത്രീ എഴുന്നേൽക്കുന്ന കണ്ടതാ. പച്ചവെള്ളം വീഞ്ഞാകുന്ന കണ്ടതാ. അവരാ പറഞ്ഞത്, അവരാ ഭയപ്പെട്ടത്. ഇവൻ ആരാണ്? ഞങ്ങളുടെ കൂടെ നടക്കുന്നല്ല, ഞങ്ങളിൽ കൂടെ നടക്കുന്ന, ഞങ്ങളുടെ കൂടെ ഉറങ്ങുന്ന, ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്ന യേശു ആരാണ്? ഇന്ന് രാത്രി തിരിച്ച് നമുക്കൊന്ന് ചോദിക്കാം. ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ കൊണ്ടു നടക്കുന്ന, ഞങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടെന്ന് ഞങ്ങൾ പറയുന്ന, ആമേൻ, നമ്മൾ പറയും, നിങ്ങൾ പറയുന്നു, ഞാൻ പറയുന്നു എൻ്റെ ഹൃദയത്തിനകത്ത് യേശു ഉണ്ടെന്ന്. ആമേൻ. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് പറയുന്നവരുണ്ട്? എൻ്റെ ഹൃദയത്തിൽ യേശു ഉണ്ടെന്ന് പറയുന്ന എത്ര പേരുണ്ട്? എൻ്റെ ഹൃദയത്തിൽ യേശു. അപ്പം ഞാൻ അവിടുന്ന് തോന്നാണ് LKG എന്ന് പറഞ്ഞെന്ന് തോന്നുന്നല്ലോ. പ്രീസലോ അല്ലെങ്കിൽ അവൻ മണിമേടയിലും മട്ടുപ്പാവിലും കോട്ടക്കൊത്തളങ്ങളിലും മാർബിൾ സൗധങ്ങളിലും വസിക്കുന്നവനല്ല. ഇന്ന് രാത്രി എൻ്റെ ഹൃദയത്തിനകത്ത് വസിക്കുന്ന യേശുവാന്ന് വിശ്വസിക്കുന്ന ആമേൻ എത്ര പേരിനകത്തുണ്ട്? ആമേൻ. ഇന്ന് രാത്രി അതാ വാക്യം. ആമേൻ. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന, ഞാൻ കൊണ്ടു നടക്കുന്ന, എന്നെ വഹിക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന ഈ യേശു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കമാൺ, നാം വിശ്വസിക്കുന്ന, നമ്മുടെ ഹൃദയത്തിലുണ്ടെന്ന് നാം പറയുന്ന ഈ യേശുവിന് നമ്മൾ അറിയാത്ത കുറേ വിശേഷതകളോടുണ്ട്. ആമേൻ. യേശുക്രിസ്തുവിനെ സർവശക്തൻ എന്ന് നിങ്ങൾ പറയണമെങ്കിൽ യേശുവിൻ്റെ സർവശക്തിയും എടുത്ത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്താലേ പറയാവൂ. വല്ലവരും പറയുന്നത് കേട്ട് പറയരുത്. പ്രൈസ് ദി ലോർഡ്. പുസ്തകത്തിനകത്തൊക്കെ യേശു സർവശക്തൻ എന്നുണ്ട്. അത് പറയാൻ നമുക്കെന്നാ യോഗ്യത? നമുക്കെന്നാ യോഗ്യതയെന്ന്? നിങ്ങളുടെ ജീവിതത്തിൽ യേശു സർവശക്തി എടുത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. ഉള്ളവർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവർക്ക് പറയാം സർവശക്തൻ. യേശു സൗഖ്യദായകനെന്ന് ഞാൻ പറയണമെങ്കിൽ, ആമേൻ, കറക്റ്റ്, ആമേൻ, കറക്റ്റ്, ഞാൻ സൗഖ്യദായകനെന്ന് പറയണമെങ്കിൽ ഒരിക്കലെങ്കിലും യേശുവിനെ സൗഖ്യമാക്കിയിട്ടുണ്ടാകണം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായി? യേശു പാപമോചകനാണെന്ന് നമ്മുടെ നാവ് കൊണ്ട് പറയണമെങ്കിൽ അവൻ എൻ്റെ പാപം മോചിച്ചുവെന്ന് എനിക്ക് ഉറപ്പ് വേണം. സ്തോത്രം. എനിക്ക് ഉറപ്പില്ലാതെ പറയുന്നതെല്ലാം കഥകളാണ്. എനിക്ക് ഉറപ്പില്ലാതെ പറയുന്നൊന്നും എൻ്റെ കാര്യമല്ല. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ യൂണിയൻ കൺവെൻഷൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം നിൽക്കുകയല്ല. ഐ ആം സ്റ്റാൻഡിങ് ഇൻസ്റ്റെഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു എന്നെ ഏൽപ്പിച്ചത് ചെയ്യുവാൻ ക്രിസ്തുവിൻ്റെ അംബാസഡറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അഭിഷക്തന്മാരെ, നമ്മൾ ഈ പുസ്തകം കൊണ്ട് നിൽക്കുമ്പോൾ വി ആർ സ്റ്റാൻഡിങ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ആമേൻ. അതുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് പറയാൻ ആമേൻ യോഗ്യതയുണ്ട്. നമുക്ക് ആമേൻ, നമുക്ക് എലിജിബിലിറ്റി ഉണ്ട്. എലിജിബിലിറ്റി. അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നത്, ദുഷ്ട, എൻ്റെ വചനം നിന്റെ നാവിലെടുക്കാൻ നിനക്കെന്ത് യോഗ്യത? കാരണം ഇത് ദുഷ്ടനെടുക്കാൻ യോഗ്യതയില്ല. ഇതെടുക്കാൻ എലിജിബിലിറ്റി വേണം, യോഗ്യത വേണം. സ്തോത്രം. ഇന്ന് രാത്രി യോഗ്യതയോടുകൂടി ഈ തിരുവചനം എളുപ്പാൻ, യോഗ്യമായത് ചുമക്കുവാൻ, യോഗ്യമായത് പ്രസംഗിക്കുവാൻ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി, ദൈവത്തിന് കൊള്ളാവുന്നവനായി. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്തിനു വന്നു? യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയ പദവികൾ എന്താണ്? ഇതൊക്കെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രിലിമിനറി പൊസിഷൻസും പ്രിലിമിനറി ഇൻഫർമേഷൻസുമാണ്. ആമേൻ.
വാക്യങ്ങളെല്ലാം വായിക്കാൻ സമയം പോരാ, ഞാൻ പറഞ്ഞു പോകാം. 1 തിമോഥെയോസ് 1:15 ക്രിസ്തുയേശു വായിക്കണ്ട, ബൈബിൾ തുറക്കല്ലേ. നിങ്ങളിത് കേട്ടുകൊണ്ടിരുന്ന ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ, സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നുവെന്നുള്ളത് വിശ്വാസ്യവും, എൻ്റെ കൂടെ പറ, എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ എന്ന് പറഞ്ഞാൽ കർത്താവ് എന്തിനു വന്നു? എൻ്റെ പാപങ്ങളെ മോചിക്കുവാൻ യേശു വന്നു ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നുവെന്ന് വാ തുറന്ന് പറയുമ്പോൾ അവൻ 1 യോഹന്നാൻ 3:8 വാക്യം അവൻ എന്താ പറഞ്ഞത്? അവൻ പാപം ചെയ്യുന്നവൻ്റെ അപ്പൻ പിശാചാണ്, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണ്. അടുത്ത വാക്യം, പിശാചിൻ്റെ ബന്ധനങ്ങളെ അഴിപ്പാനത്രേ മനുഷ്യപുത്രൻ വന്നത്. സ്തോത്രം പറ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, ചെമ്പ് തകട്, പിച്ചള തകടിന്മേൽ കളം വരച്ച മന്ത്രങ്ങളുമായി നിനക്ക് വിരോധമായി ശത്രു വഹിക്കുന്ന ഒരു പദ്ധതികളും എൻ്റെ പഞ്ചായത്തിനകത്ത് കയറില്ലെന്ന്, എൻ്റെ വീട്ടിനകത്ത് കയറില്ലെന്ന്, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുക്കില്ലെന്ന് നീ വിശ്വസിക്കുമ്പോഴാണ് യേശു വന്ന കാര്യം നിവൃത്തിയാകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ്റെ പാപം മോചിച്ചു, അവൻ പിശാചിൻ്റെ ബന്ധനങ്ങൾ, എൻ്റെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിച്ചു. നമ്പർ 3 ലൂക്കോസ് 19:10 കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. സ്തോത്രം പറഞ്ഞു. അവൻ ഹല്ലേലൂയ. അമ്മ കാണാതെ പോയത്, അപ്പൻ കാണാതെ പോയത്, ബന്ധുക്കൾ കാണാതെ പോയത്, സഹായിപ്പാൻ കഴിയുന്നവർ കണ്ടായിട്ടും കാണാതെ പോയത്, അങ്ങനെ എല്ലാവരും കാണാതെ പോയി, പാർശ്വവൽക്കരിച്ചു, ഒറ്റപ്പെടുത്തി. എന്നാൽ യേശു ഇറങ്ങി വന്ന് അവൻ എന്നെ കണ്ടു, അവൻ എന്നെ തേടി വന്നു, അവൻ എന്നെ തെരഞ്ഞെടുത്തു, അവൻ എന്നെ അനുഗ്രഹിച്ചു എന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവൻ അപ്പൊ യേശുവിന്റെ പാപം മോചിച്ചു, യേശുവിന്റെ ബന്ധനങ്ങളെ അഴിച്ചു, യേശു കാണാതെ പോയി എന്നെ കണ്ടു, രക്ഷിച്ചു, തെരഞ്ഞെടുത്തു. നമ്പർ 4 മർക്കോസ് 10:45 ശുശ്രൂഷ ഏൽപ്പാനല്ല ശുശ്രൂഷിപ്പാനും തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ യേശു വന്നത്. അവൻ അടിമച്ചന്തയിൽ വിൽപ്പന ചരക്കുകളെ പോലെ അവൻ വിൽപ്പനയ്ക്കായി നിർത്തിയിരുന്ന പിശാച് പാപത്തിന്റെ ചങ്ങലയിട്ട് പൂട്ടി അടിമച്ചങ്ങലയിൽ ചന്തയിൽ നിർത്തിയിരുന്ന നമ്മെ എൻ്റെ കർത്താവ് തൻ്റെ ജീവൻ കൊടുത്ത് അവൻ വിലക്ക് വാങ്ങി. ഉറപ്പുള്ളവർ ഹല്ലേലൂയ. ഇതൊന്നും പോരാ കേട്ടോ, ഇങ്ങനൊന്നും പോരാ. ഹല്ലേലൂയ, നല്ല പോലെ ദൈവത്തെ സ്തുതിക്കണം. അവൻ എന്നെ വിലക്ക് വാങ്ങി, അവൻ അടിമത്തത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കി, എന്നെ സ്വതന്ത്രയാക്കി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ കർത്താവ് എന്തിനു വന്നു എന്ന് ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. 1, പാപികളെ എൻ്റെ പാപം മോചിക്കുവാൻ. 2, എന്നെ ബന്ധനം അഴിക്കുവാൻ, കാണാതെ എന്നെ തിരഞ്ഞു രക്ഷിക്കുവാൻ. 3, എന്നെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രയാക്കുവാൻ. എന്നിട്ട് എന്താക്കി മാറ്റി? അവൻ യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. സ്തോത്രം പറ. അവൻ രക്ഷിക്കുക മാത്രമല്ല, അവൻ്റെ പുത്രനാക്കി, അവൻ്റെ പുത്രിയാക്കി, അവൻ്റെ മകനായി അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിൻ്റെ അവകാശം എനിക്ക് തന്നെന്ന് ഉറപ്പുള്ളവരെല്ലാം കൈയടിച്ച് ദൈവത്തെ സൂചിച്ചാട്ടെ. ഞാൻ 38 വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ഈ അടുത്ത സമയത്ത് ചുമ്മാ ഞാൻ ഡയറി, എൻ്റെ ഒരു 25-30 വർഷത്തെ ഡയറി എൻ്റെ ഉണ്ട്. ഒന്ന് പരിശോധിച്ചപ്പം 12,000-ൽ പരം കൺവെൻഷനിൽ പ്രസംഗിച്ച് കഴിഞ്ഞു. 12,000. ഞാൻ കണ്ട ഒരു കാര്യം പറയാം. ചിലർ കൺവെൻഷന് വരും, അവരുടെ ചർച്ചിലും അവരുടെ പള്ളിയിലും അവർ പോകുന്നിടത്തുള്ള അവർ വലിയ മാന്യന്മാരാണ്, നല്ല ചർച്ചിനെ സഹായിക്കുന്നവരാണ്, സുവിശേഷ വിലയെ സഹായിക്കുന്നവരാണ്, പാസ്റ്റർമാർക്ക് കൈവടക്കൊക്കെ കൊടുക്കും, വീട്ടിൽ വിളിച്ച് ചോറ് കൊടുക്കും, എല്ലാം ചെയ്യും. പക്ഷേ കൺവെൻഷന് വന്നാൽ ഒരു കൈ ഫെഡറൽ ബാങ്കിലും മറ്റേ കൈ സ്റ്റേറ്റ് ബാങ്കിലും ആയിരിക്കും. പ്രൈസലോ. ഫിക്സഡ് ഡിപ്പോസിറ്റാ, ആശീർവാദമാകുമ്പോഴേ എടുക്കുകയുള്ളൂ. പ്രൈസലോ. 2 കൈ അനക്കുകയല്ല. പ്രൈസലോ. ഞാനൊരു ചെറിയൊരു തമാശ പറയാം, നിങ്ങൾക്കൊന്നും തോന്നരുത്. ഈ കൺവെൻഷനും ആരാധനയ്ക്ക് കൈ അടിക്കാത്തവർക്ക് വിരോധമല്ല, പക്ഷെ അവർ പിന്നെ കയ്യും കാലും വിട്ടടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ അമ്മ കൈ മാത്രം അടിച്ചാൽ മതി. പിന്നെ കൈയും കാലും വിട്ടടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വരാതിരിക്കാനാണ് ഞങ്ങൾ അഭിഷേകന്മാർ പറയുന്നത്. ദൈവത്തെ ആരാധിക്കുമ്പം കയ്യൊക്കെ എടുത്ത് ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ, കയ്യൊക്കെ എടുത്ത് ദൈവത്തെ ഒന്ന് ഉയർത്തുകയും ഒന്ന് സ്തോത്രം പറയുകയും ഒന്ന് ഹല്ലേലൂയ പറയുകയും. ഹല്ലേലൂയ. അല്ലെ റോഡിൽ കൂടെ പോകുന്ന വണ്ടിക്കാർ പോയാൽ ശവോടൊക്കെ നടക്കുമായിരിക്കും. ഒന്ന് പ്രീസലോ. കൺവെൻഷനാണല്ലോ ബോർഡ് വെച്ചേക്കുന്നത്. അവർ കണ്ട ഓർക്കും ശവോടൊക്കെ ഫ്യൂണറൽ വല്ല ആയിരിക്കും ഓർക്കും. പ്രീസലോ. നമ്മുടെ കൺവെൻഷനാണെന്ന് അറിയണമെങ്കിൽ അവരാർക്കുന്ന ശബ്ദത്തിൽ ആലയത്തിൻ്റെ ഉമ്മറപ്പടിവാതിലുകൾ
കൃപയുള്ളവർ ദൈവത്തെ സൂചിച്ചാട്ടെ. കാരാഗ്രഹത്തിന്റെ കരിങ്കൽ ഭിത്തിക്കകത്ത് കാരിരുമ്പിന്റെ ചങ്ങലകളാൽ കരചരണങ്ങൾ ബന്ധിക്കപ്പെട്ട പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ ആരാധിച്ചപ്പോൾ അവർ ആരാധന ഭൂകമ്പമായി മാറിയതുപോലെ ഈ യൂണിയൻ കൺവെൻഷന്റെ ആരാധന, ഇവിടുത്തെ വചന ശുശ്രൂഷ വാളകത്തൊരു ഭൂകമ്പമായി മാറിയിട്ട് അതിന്റെ റെക്ടർ സ്കെയില് ഇതിന്റെ പല മേഖലകൾ അടിച്ചിട്ട് അനേക കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ, അനേക ജീവിതങ്ങളിൽ അത് അത്ഭുതമായി മാറുവാൻ, അത് രോഗികൾക്ക് സൗഖ്യമായി മാറുവാൻ, അനേക പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞ് അനേക കുടുംബങ്ങൾ സ്വതന്ത്രമാകുവാനോ അവർ ദൈവത്തെ ആരാധിക്കുന്ന ദിവസങ്ങളായി മാറുവാൻ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമുക്ക് പോകാം. ഞാൻ വായിച്ച വചനത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് യേശു ആരാന്നൊന്ന് പറയട്ടെ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഞാൻ യേശുവിനെ ഉയർത്തുമ്പോൾ, യേശുവിനെ ഞാൻ ഉയർത്തി പറയുമ്പോൾ ഒരു സ്തോത്രം പറയാമെന്ന് എന്നോട് ഉറപ്പ് പറയുന്ന എത്ര പേരുണ്ട്? പാസ്റ്റർ യേശുവിനെ ഉയർത്തിക്കോ, ഞാനൊരു സ്തോത്രം പറഞ്ഞോളാം. യേശു പാപമോചകൻ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു സ്തോത്രം പറയണം. യേശു സൗഖ്യദായകൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഹല്ലേലൂയ സ്തോത്രം എന്തെങ്കിലും പറഞ്ഞാൽ മതി. അതെ, പക്ഷെ ഒപ്പം നിൽക്കണം. പോകാം നമുക്ക്. അവൻ സൗഖ്യദായകൻ, അവൻ പാപമോചകൻ, അവൻ ആർദ്രതയുള്ളവൻ, അവൻ മനസ്സലിവുള്ളവൻ, അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചവൻ, ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവൻ, സപ്തസാഗരങ്ങൾക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിന് നിശ്ചയിച്ചവൻ, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും, ഭൂരാജാക്കന്മാർക്ക് അധിപതി, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത കാപട്യമറ്റ കനക കോമളൻ, കരുണാശീതളൻ, വയോധികനായ പിഞ്ചു ശിശു, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊങ്കച്ച് കെട്ടിയവൻ, നിലവിടക്ക് നടുവിൽ നിലയങ്കി ധരിച്ചവൻ, വെള്ളോടിന് സദൃശമായ കാലുള്ളവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, ഇരുവായ്ത്തല മൂർച്ചയുള്ള വാൾ വാഴ്ന്നു പുറപ്പെടുന്നവൻ, ഊഴിയിലെ പൂഴിയെ നാഴിയിൽ എടുത്തവൻ, പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ട് അളക്കുന്നവൻ, ആകാശത്തിന്റെ പരിമാണത്തെ ചാണുകൊണ്ട് അളക്കുന്നവൻ, 7 സമുദ്രത്തിലെ വെള്ളത്തെ ഉള്ളംകൈയിൽ കോരുന്നവൻ, പർവ്വതങ്ങളെ തുലാസിൽ തൂക്കുന്നവൻ. തീർന്നില്ല, സ്തോത്രം പറഞ്ഞു. അവൻ രാജാതി രാജാവ്, അവൻ കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, വിശുദ്ധിയിൽ അതിഭയങ്കരൻ, തത്വത്തിന്റെ മുദ്ര, മഹത്വത്തിന്റെ പ്രത്യാശ, നല്ല ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ, മനസ്സിനൊത്ത ഇടയൻ, ജീവനെ തന്ന ഇടയൻ, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ സമാധാനത്തിന്റെ പ്രഭു, അവൻ നിത്യപിതാവ്, അവൻ സർവശക്തൻ, അവൻ സർവവ്യാപി, സകലത്തിന് മതിയായവൻ, സർവജ്ഞാനി, നരകത്തെ കൊള്ളയടിച്ചവൻ, കല്ലറ പൊളിച്ചവൻ, പിശാചിന്റെ തല തകർത്തവൻ, മരണത്തെ ജയിച്ചവൻ, രാജാതി രാജാവായ എൻ്റെ പ്രാണനാഥൻ, എത്രയും വേഗം മടങ്ങി വരുന്ന എൻ്റെ യേശുവിനെ ഇന്ന് രാത്രി കരമടിച്ച് 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 വാളകം മുഴുവൻ കേൾക്കട്ടെ. ആർപ്പിടുന്ന ശബ്ദത്തിന്റെ ആരാധന ഇന്ന് രാത്രി മുഴങ്ങട്ടെ. എൻ്റെ യേശു ആര്? കാറ്റും കടലും കൂടെ ഇവരെ അനുസരിക്കുന്നു. യേശു ആര്? ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എന്താണെന്നറിയോ? ഞാനോ ഉയർത്തപ്പെട്ടാൽ, യേശു പറഞ്ഞു, ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക്, നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും കാർ ഓടിക്കുമ്പോഴും നിങ്ങളുടെ ഫ്രീ ടൈമിലെല്ലാം അല്ല, നിങ്ങളെപ്പോഴും യേശുവിനെ ഉയർത്തിക്കേ. നിങ്ങളുടെ നാവ് കൊണ്ടൊന്ന് യേശുവിനെ ഉയർത്തിക്കേ. നിങ്ങളുടെ ജീവിതം മാറും, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അവൻ നിങ്ങളുടെ ജീവിതം മാറും. യേശുവിനെ ഉയർത്തുക. അവൻ കർത്താതി കർത്താവെന്ന് പറ. അവകാലം മുഴങ്കാലം അവൻ്റെ മുൻ മടങ്ങുമെന്ന് പറ. എൻ്റെ പ്രാണനാഥം മാത്രം വലിയവനെന്ന് പറ. തുല്യം ചൊല്ലാൻ അവനെ പോലെ ആരുമില്ലെന്ന് പറ. വായിക്കാം ആ ഭാഗത്തിന്റെ തുടക്കം ഒന്ന് വായിക്കാം. 4-ാം അധ്യായം 36 വായിക്കാം. മർക്കോസ് 4:36. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. അല്ല, അന്ന് സന്ധ്യയായപ്പോൾ എന്നാണ് ആ വാക്യം തുടങ്ങുന്നത്. അന്ന് സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോകാ എന്ന് അവൻ അവരോട് പറഞ്ഞു. പകൽ സമയമില്ലായിരുന്നു. ഈ യേശുവിൻ്റെ ഒരു കാര്യമേ, യേശു എല്ലാവരും സന്ധ്യ ആകുമ്പോഴേ വിളിക്കുള്ളൂ. പകലെല്ലാം നല്ല വെട്ടമുള്ളപ്പോൾ വിളിക്കുകയല്ല. എന്നാ അറിയോ? വെട്ടമുള്ളപ്പോൾ വിളിച്ചാൽ അവൻ വരികയല്ല. ആരാ അങ്ങനെ വന്നിട്ടുള്ളത്? നല്ല സുഖമായിട്ട് നല്ല വെട്ടമുള്ളപ്പം, ഇഷ്ടംപോലെ കാശുള്ളപ്പം, നല്ല സന്തോഷമുള്ളപ്പം ആരാ വന്നിട്ടുള്ളത്? ഇല്ല. യേശുവിൻ്റെ അടുക്കൽ ആര് വന്നിട്ടുണ്ടോ, അക്കരയ്ക്ക് പോകാൻ ആര് റെഡിയായിട്ടുണ്ടോ, അവരെല്ലാം ജീവിതത്തിൽ എപ്പോഴും ഒരു സന്ധ്യ ആയപ്പോഴാണ്.
എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിന്റെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ചപ്പോൾ, നിന്റെ ജീവിതത്തിൽ ഇരുട്ട് കയറാൻ തുടങ്ങിയപ്പോൾ, നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ലെന്ന് വന്നപ്പോൾ, സാഹചര്യങ്ങൾക്ക് പ്രതികൂലമായപ്പോൾ യേശുവിനറിയാം. യേശു പറഞ്ഞു, വാ, ഞാനുമുണ്ട്, അക്കരയ്ക്ക് പോകാം. നമ്മുടെ മനസ്സ് പറയുന്നു, സൂര്യൻ അസ്തമിച്ചാൽ അന്തരീക്ഷത്തിൽ എന്തില്ല? വെളിച്ചമില്ല. യേശു വിളിച്ചത് വെളിച്ചമില്ലാത്തപ്പോഴാ. പക്ഷെ പേടിക്കണ്ട, വിളിച്ചവൻ വെളിച്ചമാണ്. സ്തോത്രം പറഞ്ഞ ദൈവത്തിന് സൂചിച്ചാട്ടെ. വിളിച്ചത് വെളിച്ചമില്ലാത്തപ്പോഴാണെങ്കിലും വിളിച്ചവൻ വെളിച്ചമാണ്. ഓ, സന്തോഷമുണ്ടോ? നിന്റെ കൈ പിടിച്ചിരിക്കുന്നവൻ അഖിലാണ്ടത്തിന്റെ പ്രകാശമായവനാ. ആമേൻ. നീതി സൂര്യനാണ്, ഒരിക്കലും കെട്ടുപോകാത്ത. ആമേൻ. ബൈബിൾ പറഞ്ഞ അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. യേശു പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. അടുത്ത വാക്യം ഇങ്ങനെയാണ്, കുറെ ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അല്ലേ ദാസനെ? കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ യേശു അമരത്ത് തലേണ വെച്ച് ഉറങ്ങിയായിരുന്നു. അടുത്ത വാക്യം, അവർ അവനെ ഉണർത്തി. അല്ല, അതിനു മുമ്പ് ചുഴലിക്കാറ്റ് വായിക്കേ. ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട്. പടകുകളിൽ എന്നല്ല, യേശു പടകിൽ കയറിയ പാടെ പടകക്കരയ്ക്ക് പോയി. വാളകത്ത് ഒരുപാട് പടകുണ്ടായിരുന്നു. കേരളത്തിൽ ഒരുപാട് പടകുകളുണ്ട്. ഇന്ത്യയിൽ ആവശ്യം പോലെ പടകുകളുണ്ട്. പക്ഷെ താഴെ എഴുതി, വ്യാകരണത്തിൽ തെറ്റൊന്നുമില്ല, പടകിൽ ചുഴലിക്കാറ്റടിച്ചു. പടകുകളിൽ എന്നല്ല, പടകിൽ. ഒരു പടകിലെ ചുഴലിക്കാറ്റടിച്ചുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഈ കാറ്റിനും ഇങ്ങനെ സെപ്പറേറ്റ് ഉണ്ടോ? കാറ്റിൻ്റെയൊക്കെ ഒരു ദുർസ്വഭാവമായി. ഒരു കടലിൽ കൂടെ കുറെ പടക് പോവാ. അവിടെ എഴുതി വെക്കുന്നു, ഒരു പടകിൽ. ഏത് പടക്? യേശു ഉള്ള പടകിൽ. ഓ, കൃപയുള്ള ഒരു ദൈവത്തെ സൂചിച്ചുകൊണ്ടിരിക്കുക. നിന്റെ പടകിന് നേരെ പ്രശ്നമുണ്ട്, നിന്റെ ജീവിതത്തിന് നേരെ പ്രശ്നമുണ്ടെങ്കിൽ അടിവരയിട്ട് എഴുതിക്കോ, ആ പടകിൽ യേശു ഉണ്ടതാ. നീ യേശുവിനെ കൊണ്ടാ പോകുന്നേ, നീ യേശുമായിട്ടാ യാത്ര ചെയ്യുന്നേ. നിന്റെ പടകിനോട് മാത്രം എന്താ ഈ പ്രപഞ്ചത്തിന്, ഈ സൗരയൂഥത്തിന്, ഈ കാലാവസ്ഥയ്ക്ക്, ഈ ചുഴലിക്കാറ്റിനെല്ലാം നിന്നോട് മാത്രം എന്താ വൈരാഗ്യം? അങ്ങനല്ല, യേശു നിന്റെ പടകിലുള്ളതാ പ്രശ്നം. സ്തോത്രം. ആമേൻ. ഫുട്ബോൾ കളി കണ്ടിട്ടുണ്ടോ? ഫുട്ബോൾ കളി കണ്ടിട്ടുണ്ടോ? എത്ര പേരാ ഫുട്ബോൾ കളിക്കുന്നേ? എത്ര പേരാ ഒരു കോർട്ടിൽ ഫുട്ബോൾ കളിക്കുന്നേ? വേണ്ട, അന്ന് നിങ്ങൾ പറഞ്ഞ സമയങ്ങളുണ്ടായി. 22 പേർ. 2 പേർ ഗോൾ പോസ്റ്റിൽ നിൽക്കും. ബാക്കി എത്ര പേർ ഓടും? 20 പേർ ഓടും. എന്തിൻ്റെ പുറകെ? അന്ന് നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം, ശുദ്ധ തെറ്റാണ്. പന്തിൻ്റെ പുറകെ അല്ല. ഒരു പന്ത് ഗ്രൗണ്ടിലോട്ട് ഇട്ടിട്ട് 20 പേരും പന്തിൻ്റെ പുറകിൽ ഓടുന്നത്. നല്ലപോലെ കളി ശ്രദ്ധിക്കുക. അതിൽ ഒരു മിടുക്കം പന്ത് കൊണ്ട് പോകുന്നുണ്ട്, അവൻ്റെ പുറകിലാണ്. പന്ത് കളി ശ്രദ്ധിക്കുന്നവർക്കറിയാം, പന്തിൻ്റെ പുറകിൽ ആൾക്കാരെല്ലാം കൂടെ ഓടുക. അതെന്നാ പന്ത് കളിയാണ്? ഒരു പന്ത് അങ്ങോട്ട് ഉരുട്ടുക, എന്നിട്ട് 20 പേരും കൂടെ പന്തിൻ്റെ പുറകിൽ കൂടെ. അത് തന്നെ കളിയാണ്. അങ്ങനല്ല. അതിൽ ഒരു മിടുക്കൻ, അവൻ്റെ പേര് മെസ്സിന്നോ, അവൻ്റെ പേര് നെയ്മറെന്നോ, അവൻ്റെ പേര് റൊണാൾഡോന്നോ, അമ്മയൊക്കെ ആയിരിക്കാം. അമേൻ. അവൻ പന്ത് കൊണ്ട് പോകുന്നു, അവൻ്റെ പുറകിനാണ്. മുഴുവൻ പേരും അവൻ്റെ പുറകിനാണ്. അവനെ വീഴിക്കണം, അവനെ തട്ടിയിടണം, അവൻ്റെ കാലിൽ നിന്ന് പന്ത് തട്ടിയെടുക്കണം. ഇതൊക്കെയാണ് അവൻ്റെ ലക്ഷ്യം. അമേൻ. അവൻ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുക, എല്ലാവർക്കും എല്ലാത്തിൻ്റെ അസുഖമാണ്, എൻ്റെ പുറകിന് എന്തിനാണ് അത് എല്ലാം കൂടെ ഓടുന്നത്? ഒറ്റ ഉത്തരം, നിന്റെ കാലല്ല പന്ത്. ഇന്ന് രാത്രി ഓർത്തു, വാളകത്ത് ആർക്കുമില്ലാത്ത പ്രതികൂലം നിനക്കാണെങ്കിൽ, വാളകത്ത് ഒരുത്തർക്കുമില്ലാത്ത വേദന നിനക്കാണെങ്കിൽ, നിന്റെ കാലല്ല പന്ത്. ഈ രാത്രി മനസ്സിലായവർ ദൈവത്തെ ആരാധിക്കുക. ഒരു ശുശ്രൂഷകന്മാർക്കും ഇല്ലാത്ത ചില പ്രതികൂലങ്ങൾ അഭിഷേകത്തിനുണ്ടെങ്കിൽ ആ കാലല്ല പന്ത്. രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞുതരാം. പന്ത് കളഞ്ഞിട്ട് പിടിക്കൂ. നിന്റെ പുറകിന് ഒരുത്തിനും വരികയില്ല. പക്ഷെ നിന്റെ ജന്മത്തിൽ നീ ഗോൾ അടിക്കുകയില്ല. നിനക്ക് ഗോൾ അടിക്കണോ? പന്ത് കളയരുത്. അപ്പം നീ ചോദിക്കും, എന്നെ തട്ടി വീഴിക്കുന്നതോ? അതിന് പരിശുദ്ധാത്മാവെന്ന റഫറി കോർട്ടിലുണ്ട്. പുള്ളിയുടെ 2 കാർഡുണ്ട്, ഒന്ന് മഞ്ഞ, ഒന്ന് ചുവപ്പ്. ഇങ്ങനെ പലരെയും തട്ടി വീഴിച്ചവർ ചുവപ്പ് കണ്ട് കരയ്ക്ക് നിൽപ്പുണ്ട്. നീ ധൈര്യമായിട്ട് ഓടിക്കോ. കാർഡ് പരിശുദ്ധാത്മാവ് കാണിച്ചോളും. നീ ആരെയും കാർഡ് കാണിക്കണ്ട. കാർഡ് പരിശുദ്ധാത്മാവ് കാണിച്ചോളും. വെളിയിൽ നിർത്തേണ്ടവനെയെല്ലാം വെളിയിൽ നിർത്തും. നീ ഓടിക്കോ ധൈര്യമായി. ഈ വിശ്വാസ പോർക്കളത്തിൽ ധൈര്യമായി ഓടിക്കോ. ദൈവാത്മാവെന്ന റഫർ ഇതിന്റെ കൂടെ.
എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിനെ സൂചിച്ചാട്ടെ. ഇനി ഞാനൊരു സത്യം പറയാം. ഒരു പ്രതികൂലവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ഒന്നുമില്ല, ഒരു സങ്കടങ്ങളും ഇല്ല, വിശ്വാസ ജീവിതത്തിൽ ഒരു കഷ്ടതയില്ലെങ്കിൽ എഴുതിയിട്ടോ, നിന്നെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തുമില്ല, പിശാചിന് പോലും നിന്നെ വേണ്ട എന്നാണ് എൻ്റെ അർത്ഥം. പ്രീസലോ. എന്നാൽ നിനക്ക് പ്രതികൂലമുണ്ട്, നിനക്ക് പ്രശ്നങ്ങളുണ്ട്, നിനക്ക് കഷ്ടതകളുണ്ട്, നിനക്ക് പലവിധമായ പരീക്ഷകളുണ്ടെങ്കിൽ ഓർത്തോ, നീ തോറ്റുപോകത്തില്ല. കർത്താവ് നിന്റെ പടകിലുണ്ട്. ഒന്ന് കരമടിച്ച് തമ്പുരാനെ സ്തുതിച്ചോ ഇന്ന് രാത്രി. അങ്ങ് ദൂരെ ഇരുന്നു കൊണ്ട്, വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവവചനം കേൾക്കുന്ന, ഒരുപക്ഷെ നീ വീൽ ചെയറിൽ നിന്നായിരിക്കും കേൾക്കുന്നത്. ഇന്ന് രാത്രി ഒരു കട്ടിലേക്ക് കടന്നൊരു മൊബൈൽ കൈവശായിരിക്കും ഇത് കേൾക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നോട് ദൈവാത്മാ പറയുന്നു, ഇന്ന് രാത്രി ചാടി എഴുന്നേൽക്ക, ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്ക. നിന്റെ രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ. നിന്റെ അസ്ഥികളുടെ മേൽ ഈ ദൈവശക്തി, ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വചനത്തിന്റെ ശക്തി നിന്റെ അസ്ഥികളെ തൊടട്ടെ. കിടക്കുന്ന കട്ടിലേത് രോഗിയല്ല, നീ ചാടി എഴുന്നേറ്റോ. യേശു നിന്റെ കൂടെ. നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക്? കർത്താവിന് ഒറ്റ വിചാരമേ ഉള്ളൂ, ആരും നശിച്ചു പോകരുതെന്ന്. എന്നാൽ ശിഷ്യന്മാർ ചോദിക്കാൻ, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക്? യേശുവിന് വിചാരമുണ്ടോ അവർ നശിച്ചു പോകുമെന്ന്? വിചാരമുണ്ടോ? ഉണ്ട്. തെളിതരാം. യേശു കയറിയ ഉടനെ തല വെച്ചത് അമരത്ത. അവൻ എവിടെ തല വെച്ചു? വായിക്കുക, അമരത്ത്. വായിക്കാം അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം 41-ാമത്തെ വാക്യം. യെസ്, അപ്പോസ്തല പ്രവൃത്തി 27:41. ഇരുകടൽ കൂടി ഒരു സ്ഥലത്തിന്മേൽ ചെന്ന് കയറുകയാൽ, ഇരുകടൽ കൂടി ഒരു സ്ഥലത്തിന്മേൽ ചെന്ന് കപ്പൽ കയറുകയാൽ, അണിയമുറച്ച് ഇളക്കമില്ലാതെയായി. അണിയം ഉറച്ച് ഇളക്കമില്ലാതെയായി. അമരം തിരയുടെ അവിടെ നിന്ന് നിർത്തണം. അമരം, അമരം കോമ, തിരയുടെ കോമത്താൽ, തിരയുടെ കേമത്താൽ. തിര കേമമായാൽ, തിര എന്ന് പറഞ്ഞാൽ തിരമാല വല്ലാതെ ശക്തമായാൽ ആദ്യം ഉടയുന്ന സ്ഥലത്തിൻ്റെ പേരാണ് അമരം. ഇത് എൻ്റെ തമ്പുരാൻ അറിയാവുന്നതുകൊണ്ട് കയറിയപ്പോൾ തന്നെ തമ്പുരാൻ അമരത്ത് തല വച്ചിട്ടുണ്ട്. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ച് തുടങ്ങിയാട്ടെ. ഇന്ന് രാത്രി നിങ്ങൾക്കറിയാത്ത, എനിക്കറിയാത്ത എൻ്റെ കർത്താവിൻ്റെ ഒരു രഹസ്യം നിങ്ങളോട് പറയാം. നീ തകരാൻ സാധ്യതയുണ്ടെന്ന് നിനക്ക് പോലും അറിയാത്ത മേഖലയിൽ എൻ്റെ തമ്പുരാൻ്റെ തല വെച്ചിട്ടുണ്ട്. അത് നിന്റെ സാമ്പത്തിക മണ്ഡലമാകട്ടെ, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസമാകട്ടെ, നിന്റെ സഭാതലങ്ങളിലാകട്ടെ, നീ പോലും അറിയാത്ത, നിന്നെ തകർക്കാൻ ശത്രു പദ്ധതിയിട്ട മണ്ഡലത്തിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെട്ടെ? എങ്ങനെ ഇതുവരെ നിന്നേ? ആമേൻ. ഐ റെസ്പെക്ട് ജോർജൻ. കാരണം എനിക്ക് മുടി നരച്ചവരെ ഭയങ്കര ബഹുമാനമാണ്. എന്താണെന്നറിയോ? എൻ്റെ അച്ചായി കറുത്തൊക്കെ ഒന്ന് വെളുത്തതാകുന്നവരെ നിൽക്കണമെങ്കിലുള്ള പാട് ഭയങ്കര പാടാണ്. ഒരൊറ്റ ദിവസം വിശുദ്ധനായിട്ട് ജീവിക്കണം എത്ര പാടാണെന്നറിയോ? ആമേൻ. അങ്ങനെയാണ് ഒരായുസ് മുഴുവൻ വിശുദ്ധിയോടും വിശ്വസ്തയോടും നിൽക്കുന്നത് സാധാരണ കാര്യമല്ല. ആമേൻ. നിസ്സാര കാര്യമല്ല. സ്തോത്രം. അശുദ്ധിയും ആമേൻ ഈ തരികടയൊക്കെ ആയിട്ട് നിന്നാൽ പിശാച് ഒന്നും ചെയ്യത്തില്ല. അവൻ പറയും നമ്മുടെ ആളാണ്, നിന്നോട്ടെന്ന് പറയും. വാളകത്ത് നിന്നോട്ട് പുള്ളി, നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നീ വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ, എൻ്റെ കൂടെ എത്ര പേരുണ്ടെന്ന് രാത്രി? എൻ്റെ കൂടെ എത്ര പേരുണ്ടെന്ന് രാത്രി? നീ വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ, നീ വിശ്വസ്തനായി നിന്നാൽ, നിന്നെ തകർക്കാൻ അവൻ സകല പദ്ധതിയും ഇടും. അവിടെയാണ് ഈ വാക്യത്തിൻ്റെ പ്രത്യേകത. എന്നാൽ ഇത് അറിയാവുന്ന ദൈവം നീ തകരാൻ സാധ്യതയുള്ള അമരത്ത് അവൻ്റെ തല കയറ്റി വെച്ചിട്ടുണ്ട്. പവർ 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 ഓഫ് ഫയർ. ഈ രാത്രി ദൈവാത്മാ പറയുന്നു, നീ തകരാൻ സാധ്യതയുള്ളിടത്ത് ആമേൻ. തെളിവ് തരാൻ ഞാൻ. യേശു ക്രിസ്തുവിൻ്റെ വളർത്തച്ഛൻ്റെ പേര് ജോസഫ് എന്നാണ്. അദ്ദേഹം കാർപ്പൻ്ററായിരുന്നു. കാർപ്പൻ്റർ എന്ന് പറഞ്ഞാൽ തടിപ്പണിക്കാരൻ, ആശാരി. അതുകൊണ്ട് പടക്
തടി, അമരം, ഇതൊക്കെ എൻ്റെ യേശുവിന് നല്ലപോലെ അറിയാം. മാത്രമോ യേശു ദൈവമാണ്. യേശു ലോകൈക ശില്പിയാണ്. ത്രിത്വം എങ്ങനെ പഠിക്കണ്ടേ? സൃഷ്ടിപ്പിൽ പിതാവായും വീണ്ടെടുപ്പിൽ പുത്രനായും സഭയെ ഒരുക്കുന്നതിൽ പരിശുദ്ധാത്മാവായ ട്രൈ യൂണിറ്റി, ത്രീ ഏകത്വമാണ് ദൈവം. അങ്ങനെയാണ് ക്രിസ്തു പിതാവ് തന്നെ. അങ്ങനെയാണ് ട്രൈ യൂണിറ്റി. ആമേ കറക്റ്റ് സാർ? അങ്ങനെയാണ് തിയോളജി പഠിപ്പിക്കുന്നത്. ട്രൈ യൂണിറ്റിയിൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ യേശു ദൈവം തന്നെ. ഇനി യേശു ദൈവം എന്ന് പറയുമ്പോൾ മറ്റൊന്നുകൂടെ പറയണം, ലോകൈക ശില്പി. ലോകൈക ശില്പി. നിങ്ങൾക്കറിയാമോ, ഏത് ആശാരി മേശ പണിതാലും കുറച്ച് തടിയുടെ പീസും കുറച്ച് ചിന്തേരിൻ്റെ പൊടിയും മിച്ചം വരുമല്ലോ? വരും. ഏത് മേശയുടെ വീട് പണിതാലും 4 കട്ടയും 4 സിമെൻറ്റും 1 ചാക്ക് സിമെൻറ്റും ഒക്കെ മിച്ചം വരും. ആക്രിക്കാർക്ക് കൊടുക്കാൻ കുറേ സാധനങ്ങൾ മിച്ചം വരും. പക്ഷെ തമ്പുരാൻ ഈ ലോകം പണിതിട്ട് ഒരു ചിന്തേരിൻ്റെ പൊടിയും മിച്ചം വന്നില്ല, ഒരു കഷ്ണം തടിയും മിച്ചം വന്നില്ല, ഒരു പൊടി മണ്ണും മിച്ചം വന്നില്ല. അതാ യേശു വന്ന ആശാരിയുടെ ഗുണം. അയ്യേ, അതിനൊക്കെ വാളാങ്കാർ പറഞ്ഞ സ്തോത്രം. യേശു കേട്ട ഭാഗ്യം. ഹല്ലേലൂയ. അങ്ങ് പുറകിൽ നിന്നൊരു ഫീമെയിൽ വോയിസ് മാത്രമേ കേൾക്കുന്നുള്ളൂ, മെയിൽ വോയിസ് ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഞാനൊരു മെയിലായതുകൊണ്ട് എൻ്റെ അന്തസ്സിനെങ്കിലും ഒരു 5 അല്ലേലിയ പറഞ്ഞാട്ടെ. ഒരു നല്ലപോലെ ഒരു അല്ലേലിയ പറ. സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. ആമേൻ. ലോകൈക ശില്പിയായ അവൻ എൻ്റെ കർത്താവ്. സ്തോത്രം. അതുകൊണ്ട് കർത്താവിന് പടകറിയാം, പടകിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലവും അറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ അടുത്ത നമുക്ക് മനസ്സിലാവുമെന്ന് പറയാൻ പോവുക. കേട്ടോ, നിനക്ക് അമേൻ ബുദ്ധിയുണ്ട്, ജ്ഞാനമുണ്ട്. നിൻ്റെ കാലിന് ബലം തരുന്ന യേശുവാ. നിൻ്റെ കുഞ്ഞുങ്ങളെ നടത്തുന്നത് യേശുവാ. നിൻ്റെ കുടുംബത്തെ പുലർത്തുന്നത് യേശുവാ. ഇതെല്ലാം യേശുവാണെങ്കിലും അവൻ വസിക്കുന്നത് നീ ഉടഞ്ഞു പോകാൻ സാധ്യത ഉള്ളിടത്താ. എവിടെ ഉടയാൻ സാധ്യത? നിനക്ക് തലവേദന വന്നാലും, മക്കൾ തോറ്റാലും, ഭർത്താവിന് പ്രശ്നം വന്നാലും ഉടയുന്നത് ഹൃദയമാ. ഓ, കൃപയുള്ളവർ സ്വത്രം പറ. ഉടയാൻ സാധ്യത ഉള്ളത് ഹൃദയമാ. അതുകൊണ്ടാണ് ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥൻ. അവൻ ഉടയുന്നത് കാലല്ല. നിന്റെ മക്കൾക്ക് പ്രശ്നം വന്നാൽ ഉടയുന്നത് തലയല്ല, ഹൃദയമാ. അതുകൊണ്ടാ തമ്പുരാൻ പറഞ്ഞ നിന്റെ ഹൃദയം എൻ്റെ ആലയമോ. ഇന്ന് രാത്രി അവൻ വസിക്കുന്നത് പടകിന്റെ അമരത്താണെങ്കിൽ അവൻ വാളങ്കാരുടെ ഹൃദയത്തിലാ. ഓ, ചങ്കത്ത് കായ് വെച്ചിട്ട് അന്തസ്സോടെ പറ, അഖിലാണ്ടത്തിന്റെ ഉടയവൻ എൻ്റെ ചങ്കിനകത്തുണ്ടെന്ന് പറയാൻ ഇന്ന് രാത്രി ധൈര്യമുള്ള വാളകങ്കാരെ ഇന്ന് രാത്രി സ്വർഗമെന്ന് കാണട്ടെ. എനിക്ക് എന്നാ ഇഷ്ടമെന്നറിയോ അത് പറയാനായിട്ട്? ഹല്ലേലൂയ. എൻ്റെ പ്രാണനാഥൻ ഇന്ന് രാത്രി ഞാൻ ഉടഞ്ഞു പോകാതിരിക്കാൻ, എനിക്ക് എന്തു പ്രശ്നമുണ്ടായാലും എൻ്റെ ഹൃദയത്തിന് ആ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് യേശുവിനറിയാം. ആമേൻ. ഹല്ലേലൂയ. മോൻ 10ാം ക്ലാസ്സിൽ തോറ്റപ്പം ഭയങ്കര കാലുവേദനയായിരുന്നു പറഞ്ഞ ആരെങ്കിലും ഉണ്ടല്ലോ? എൻ്റെ മോൻ 10ൽ തോറ്റപ്പം എൻ്റെ ഇടത്തെ കാലിന് ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെയാണോ? അല്ല. ഹല്ലേലൂയ. ഹൃദയത്തിലെ വേദന. ഇത് തമ്പുരാനറിയാം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3:16 നിന്റെ ഹൃദയം ദൈവത്തിൻ്റെ മന്ദിരം. നീ ഉടയും എന്നറിയാവുന്നിടത്ത് ഉടയ തമ്പുരാൻ തൻ്റെ തല വെച്ചിട്ടുണ്ട്. ഓ, ഇന്ന് രാത്രി അതിന് അർത്ഥം മനസ്സിലാകുന്നവർ, അതിൻ്റെ കാര്യം ഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി അതിന് ആഴമറിഞ്ഞ് ദൈവത്തെ ശ്രദ്ധിച്ചേ. നീ ഉടയാൻ സാധ്യത ഉള്ളിടത്ത് നീ അറിയാതെ കയറി ഉടയവൻ തല വെച്ചിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി അവൻ അമരത്ത് തല വെച്ചിരുന്നത് പോലെ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക. ഇനി എനിക്ക് അത്രയൊക്കെ ഒത്തിരി പറയാൻ സമയം അങ്ങനെ പോരാ. നമുക്ക് ഒരു ലിമിറ്റഡായിട്ട് പോകണം. അതുകൊണ്ട് ഞാൻ അല്പം വേഗത്തിൽ പോകാം. യേശു ഉണർന്നു. നിങ്ങൾ ശ്രദ്ധിക്കേ, ഈ അയ്യോ 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 എന്ന് ശിഷ്യന്മാർ വിളിക്കുന്ന കേട്ടോണ്ടാണ് യേശു ഉണർന്നേ. നമ്മുടെ അയ്യോ വിളി കേട്ടല്ല യേശു ഉണരേണ്ടത്, ഹല്ലേലൂയ വിളി കേട്ട് വേണം ഉണരാൻ. അത്രയും പറഞ്ഞാൽ വിടാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. യേശു ഉണർന്നപ്പോൾ യേശു 4 കാഴ്ച കണ്ടു. വേണം എഴുതി വെച്ചു. അതിന് ബൈബിളിൽ ഒത്തൊന്നുമില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാണ്, തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ ഉത്തരം പറയാം. 1, അലറിക്കരയുന്ന ശിഷ്യന്മാർ. കറക്റ്റാണോ? യേശു ഉണർന്നപ്പോൾ യേശു കണ്ട ആദ്യത്തെ കാഴ്ച അലറിക്കരയുന്ന ശിഷ്യന്മാർ. ആമേ കറക്റ്റ്? ഉത്തരം ശരിയാണോ? 2, ആടി ഉലയുന്ന കപ്പൽ, പടക്. ശരിയാണോ? ഉത്തരം ശരിയാണോ? നമ്പർ 3, ആർത്തിരമ്പുന്ന തിരമാല. ഉത്തരം ശരിയാണോ? ശരിയാ. 4, അടിച്ചു തകർക്കുന്ന കടൽ, അതായത് അടങ്ങാത്ത കടൽ. ശരിയാണോ? അപ്പൊ യേശു ഉണർന്നപ്പോൾ ദൃശ്യമായ വിസിബിൾ സൈറ്റ്സ്,
ദൃശ്യമായ 4 കാഴ്ചകൾ യേശു കണ്ടു. ശിഷ്യന്മാർ കരയുന്നു, പടക് കിടന്ന് ഉലയുന്നു, തിരമാല അടിച്ചു കയറുന്നു, കടൽ അടങ്ങുന്നില്ല. കാണാൻ കഴിയുന്ന 4 കാര്യങ്ങൾ യേശു കണ്ടു. പക്ഷെ തൊട്ട് താഴെ ഇരിക്കുന്നു, ഹി റെബ്യൂക്ഡ് ദ വിൻഡ്. അവൻ കാണാൻ കഴിയാത്ത കാറ്റിനെ ശാസിച്ചു. കാണാൻ കഴിയുന്ന 4 പ്രശ്നങ്ങളെ തൊടാതെ കാണാൻ കഴിയുന്ന 4 പ്രശ്നങ്ങളുടെ കാരണം കാണാൻ കഴിയാത്ത ഒരു കാറ്റാണ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ ദൂതിനർത്ഥം മനസ്സിലായി? ഇപ്പം ഞാനൊരു ദൂത് പറയാം. കൃപയുള്ളവർ അതൊരു പ്രൊഫസിയായിട്ട് റിസീവ് ചെയ്തോണം. ഇവിടെ വന്നിരിക്കുന്ന ചിലരുടെ കാര്യങ്ങൾ ദൈവം കണ്ടിട്ടുണ്ട് ഇന്ന് രാത്രി. എനിക്ക് ഇറങ്ങി വരാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ആമേൻ, സ്തോത്രം. ഇവിടെ വന്നിരിക്കുന്ന ചിലരുടെ കാര്യം ദൈവത്തിന് അറിയാം. പക്ഷെ തമ്പുരാൻ നിന്നെ തൊടത്തില്ല, അതിൻ്റെ കാരണത്തെ ദൈവം ഈ രാത്രി തൊടുന്നുണ്ട്. ഓ, എവിടെയോ അതിൻ്റെ കാരണങ്ങൾ ദൈവം തൊടുന്നുണ്ട്. ഓ താശകമാവോ, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു വളരെ ശക്തമായി, വളരെ ശക്തമായി. ഇന്ന് രാത്രി ഇവിടെ വന്നിരുന്ന് കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചില വിഷയങ്ങൾ, അതിന് നിങ്ങൾക്ക് ശരിയായ മറുപടി കിട്ടണമെങ്കിൽ നിങ്ങളുടെ തലയെ തൊട്ടാ പോരാ. അതിന്റെ കാരണം എവിടെയാണോ? ഒരുപക്ഷെ അത് ഗൾഫിലാകാം, ഒരുപക്ഷെ UK യിലായിരിക്കും, ഒരുപക്ഷെ USA യിലായിരിക്കും, ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലായിരിക്കും, ഒരുപക്ഷെ നിന്റെ വീട്ടിലായിരിക്കും. അതിന്റെ സാമ്പത്തികമാകാം, അതിന്റെ ബിസിനസ് ആകാം, നിന്റെ കുഞ്ഞുങ്ങളുടെ പഠനമാകാം, വരാൻ പോകുന്ന പരീക്ഷയാകാം. അതിന്റെ കാരണം എവിടെയാണോ? ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ബോധ്യപ്പെടാൻ വേറൊരു സംഭവം കൂടെ ഞാൻ പറയാം. ബൈബിളിലെ യേശു നയീൻ എന്ന പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പ്രൊസഷൻ ഇറങ്ങി വരികയാണ്. യേശു അങ്ങോട്ട് കയറുന്നു. നയീൻ എന്ന പട്ടണത്തിൻ്റെ അർത്ഥം തന്നെ പ്രത്യാശ എന്ന സന്തോഷം എന്നൊക്കെയാണെന്ന് ആ അരമായ ഭാഷയിൽ അങ്ങനെയാണ് പറയുന്നത്. യേശു അങ്ങോട്ട് കയറുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ശവമാണ്. ചില ആൾക്കാരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ഉടുത്തേക്കുന്ന സാരി 10,000 ആയിരിക്കും, ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക് ആണെങ്കിൽ 500 ലിപ്സ്റ്റിക്കും ആയിരിക്കും, വാൻകൂസറിൻ്റെ ഷർട്ടായിരിക്കും, പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ പാൻറ്റായിരിക്കും. പക്ഷേ ഇറങ്ങി വരുന്ന മുഴുവൻ ശവമായിരിക്കും ബൈക്കൂടെ. അവരോട് വർത്താനം പറഞ്ഞ ഒരു ഫ്യൂണറൽ കഴിഞ്ഞാൽ പോകാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അത്രയൊക്കെ ഞാൻ പറയത്തുള്ളൂ. മനസ്സിലാകുന്നവർ പിന്നെ പോയി ആലോചിച്ച് മനസ്സിലാക്കാനല്ല, എന്തോ പറയാനാണ്. ചിലരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ശവം പോലായിരിക്കും. ഇട്ടേക്കുന്ന ഡ്രസ്സുമായിട്ട് യാതൊരു യോഗ്യതയും കാണുകയില്ല, മാന്യതയും കാണുകയില്ല. ഇതാ നയീനിലേക്ക് യേശു അങ്ങോട്ട് കയറുമ്പോൾ ഇറങ്ങി വരുന്നത് ഫ്രണ്ടിൽ കുഴലൂത്തുകാർ, ബാൻഡ് സെറ്റ്, അതിൻ്റെ പുറകിൽ നൃത്തക്കാർ, അതിൻ്റെ പുറകിൽ വിലാപക്കാർ, പറഞ്ഞു കരയുന്നവർ, അതിൻ്റെ പുറകിൽ മഞ്ചലിൻ്റെ തൊട്ടു പുറകിൽ മരിച്ചവൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ. ഇതാണ് ആ ഘോഷയാത്ര. ഞാൻ തിരുവല്ലയിൽ താമസിക്കുന്നതുകൊണ്ട് 3 മെഡിക്കൽ കോളേജ്, 2 മെഡിക്കൽ കോളേജും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നടക്കാൻ ഞാൻ താമസിക്കുന്നത്. തിരുവല്ലയിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ള എൻ്റെ വീട്. സായിപ്പിൻ്റെ ആശുപത്രി, പുഷ്പഗിരി ആശുപത്രി, ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ്. എല്ലാ ദിവസവും ഒരു 10 ശവവണ്ടിയെങ്കിലും. അപ്പം രാവിലെ കൊണ്ടുവരും ആശ്വാസം, അത് കേൾക്കാം ദൂരെ. അപ്പോൾ പറയും അവിടെ ഘോഷയാത്ര വരിക, മനസ്സിലാവും. ഞാൻ പോലും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആരാ മരിച്ചതെന്ന് അറിയത്തില്ലെങ്കിലും നല്ല പാട്ടായിരുന്നു. മരിച്ചതാരാന്നും എനിക്കറിയത്തില്ല, അതെൻ്റെ ആരുമല്ല. പക്ഷെ എനിക്ക് മ്യൂസിക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറഞ്ഞു നല്ല വോയിസാണ്, നല്ല മ്യൂസിക്കായിരുന്നു, വായന കൊള്ളാം. നമ്മുടെയൊക്കെ അഭിരുചിക്ക് അനുസരിച്ചാണ് നമ്മളൊരു ഘോഷയാത്ര ശ്രദ്ധിക്കുന്നത്. നിങ്ങളൊരു ഘോഷയാത്ര പോയാൽ എന്ത് ശ്രദ്ധിക്കും? ആമേൻ. ഒരു 50 വയസ്സ് കഴിഞ്ഞവർ മനോരമയുടെ പത്രം കിട്ടിയാൽ ആദ്യം നോക്കുന്നത് ചരമക്കോളമായിരിക്കും. ആരൊക്കെ മരിച്ചിട്ടുണ്ട്, എത്ര വയസ്സിലാണ്. ചിലർ മരിച്ചത് 50-ാമത്തെ വയസ്സിലാണ്. നമ്മൾ വായിക്കുന്ന പുള്ളി ഒന്ന് ഞെട്ടും. ഇത് മനുഷ്യൻ്റെ പ്രായമനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങളാണ്. എന്നാൽ ഒരു 25-ന് താഴെയുള്ളവർ മാട്രിമോണിയിൽ വായിച്ചിട്ട് ചരമ വാർത്ത വായിക്കും. കൈവക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഓരോരുത്തരുടെ അഭിരുചിക്ക് അനുസരിച്ചാണ് വായന. എന്തായാലും ഈ നയീനിൽ നിറങ്ങി വരുന്ന ഈ ഘോഷയാത്രയിൽ ചിലർ പാട്ട് ശ്രദ്ധിക്കുന്നു, ചിലർ നൃത്തക്കാരെ ശ്രദ്ധിക്കുന്നു, വേറെ ചിലർ വിലാപക്കാരെ ശ്രദ്ധിക്കുന്നു, വേറെ ചിലർ ആരാ മരിച്ച്, അവൻ എത്ര വയസ്സുണ്ട് എന്നൊക്കെ നോക്കുക. പക്ഷേ ലൂക്കോസ് 7:13 യേശു എന്താ നോക്കിയേ? അവളെ കണ്ടിട്ട്, യേശു അവളെ കണ്ടിട്ട്, കർത്താവ് മതി, അവളെ കണ്ടു യേശു. യേശു നൃത്തം കണ്ടില്ല, യേശു ഘോഷയാത്ര കണ്ടില്ല, യേശു ബാൻഡ് സെറ്റിലെ മ്യൂസിക് കണ്ടില്ല.
യേശു മഞ്ചലിനകത്ത് കിടക്കുന്നവനെ അല്ല ശ്രദ്ധിച്ചത്, അവളെ. ആര്? ആ മരിച്ച പയ്യന്റെ അമ്മേ. ഈ പന്തലിനകത്ത് എത്ര പേരിരിപ്പുണ്ടെന്നുള്ളതല്ല, ഇതിനകത്ത് ചങ്കു വേദനിച്ച് ചിലരിപ്പുണ്ട്. അവരെ യേശു കാണുന്നുണ്ടെന്ന് രാത്രി. ഓ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ശക്തമായ ദൂത ദൈവമാ പറയുന്നത്, ഇതിനകത്തിരിക്കുന്ന ചിലരുടെ ഉള്ളത്തിൻ്റെ വേദനകൾ, നീ ഒരുപക്ഷെ എത്ര ഒരുങ്ങി എത്ര ഭംഗിയായിട്ട് നീ ഫേഷ്യൽ ചെയ്ത് നിന്റെ മുഖം എത്ര അഴകായിരുന്നാലും നിന്റെ അകത്ത് വേദനിക്കുന്ന ചില വേദനകൾ ഉണ്ടെന്ന് അറിയുന്ന സർവശക്തനായ ഒരു ദൈവം ഇന്ന് രാത്രികാലം ഒരുപക്ഷെ നിന്നെ ഒരു സെക്കൻഡ് സമയത്തേക്ക് പിടിച്ചു നിർത്തിയത് നിന്റെ ഹൃദയത്തെ ഒന്ന് തൊടാൻ, നിന്റെ കുടുംബത്തെ ഒന്ന് തൊടാൻ, നിന്റെ സമ്പത്തിനൊന്ന് തൊടാൻ, നിന്റെ വരുമാനത്തെ ദൈവത്തിനൊന്ന് തൊടാൻ. ഇന്നലകളിൽ നീ അനുഭവിച്ച വേദനകൾ ഇനി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ഒരു സെക്കൻഡ് സമയത്തേക്ക് ദൈവം നിന്നെ ഈ വചനത്തിന്റെ മുമ്പിൽ ഒന്ന് നിർത്തുകയാ. ഈ വചനം ഏറ്റെടുക്കുന്ന രാത്രി റിസീവ് ചെയ്ത് പറ, ഇത് റിസീവ് ചെയ്ത് പറ. ദിസ് പ്രൊഫസി ടു മീ, ഇത് എന്നോടാണ്, എന്റെ കുടുംബത്തോടാണ് ദൈവം സംസാരിക്കുന്ന. പറ. ഇന്ന് രാത്രി സ്വർഗത്തിൽ ഒരു ഫയൽ നിനക്ക് വേണ്ടി ദൈവം തുറന്നിട്ടുണ്ട്. അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ ഒരു ഫയൽ നിനക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. ഒരു ദൂത് ഞാൻ പറയാം. നിങ്ങൾക്കറിയാവുന്നവർ മുഴുവൻ ഒത്തിരി സ്നേഹിതർ കാണും, അവരെല്ലാം ഉണ്ടെങ്കിൽ തരുന്നവരാ. കൃപകൾ സ്തോത്രം പറഞ്ഞ് തുടങ്ങിക്കോ. അവരെല്ലാം ഉണ്ടെങ്കിൽ തരുന്നവരാ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ഉണ്ടെങ്കിൽ തരുന്നവനല്ല, അവൻ ഉണ്ടാക്കി തരുന്നവനാ. അവൻ ഇല്ലെന്ന് പറയത്തില്ല, നീ ചോദിച്ചാൽ വെറുകയോടെ അയക്കത്തില്ല. എല്ലാവരും ഉണ്ടെങ്കിൽ തരുമ്പോൾ ശൂന്യതയിൽ നിന്ന് നിന്റെ ആവശ്യം അറിഞ്ഞ് ഉണ്ടാക്കി തരുന്ന, ഓ, അവന് വീസ ഉണ്ടാക്കി തരാൻ പറ്റും. നിന്റെ വിദേശ യാത്രയുടെ പേപ്പറുകൾ ഉണ്ടാക്കി തരാൻ പറ്റും. ഒപ്പുകൾ അവന് ഉണ്ടാക്കി തരാൻ പറ്റും. നിന്റെ നന്മയുടെ വാതിൽ അവന് ഉണ്ടാക്കി തുറക്കാൻ പറ്റും. സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. മനസ്സ് നിറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. ഈ രാത്രി ഒറ്റയാളിനെ ഈ ഗ്രൗണ്ടിൽ നിന്ന് വെറുകയോടെ ദൈവം അയക്കത്തില്ല. ഒരാളിനെ പോലും ദൈവം വെറുകയോടെ അയക്കത്തില്ല. ഇനി അടുത്തത്, അവളെ കണ്ടു യേശു. അവളെ കണ്ടു. എന്താ അവിടെ എഴുതിയിരിക്കുന്നു? അവൾ വിധവയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ വായിച്ചോ നിങ്ങൾ, അതെല്ലാം ഒന്ന് വായിക്കണ്ട. അവൾ വിധവയാണ്, അർത്ഥാൽ അവളുടെ വീട്ടിൽ ഓൾറെഡി ഒരു മരണം നടന്നു കഴിഞ്ഞു. അവൾ വിധവയാണ്. 2, ഈ മകനെ കുറിച്ച് എഴുതിക്കുന്നു, ഏകജാതനാണ് ഈ മകൻ. അതിൻ്റെ അർത്ഥം ഇവനൊരു ബ്രദർ ഇനി ഇല്ല. ഇനി ആ വീട്ടിൽ അടുത്ത് നടക്കാൻ പോകുന്ന മരണം അവളുടെ മരണമാണ്. കാരണം അവൾ ഇനി ഏകയാണ്, അവൾ ഒറ്റയാണ്, അവൾക്കിനി ആരുമില്ല. ഭർത്താവ് പോയി, മകൻ പോയി, ഇനി നാളെ അവൾ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട്. തമ്പുരാൻ അവളുടെ ഹൃദയത്തിനകത്ത് കയറി. ഓ, എൻ്റെ കൂടെ വാ നിങ്ങൾ ഇന്ന് രാത്രി. ആമേൻ. ആരും ചിന്തിക്കാത്തൊരു മേഖലയിൽ ആ ദൈവം ഇന്ന് രാത്രികാലം, ആമേൻ, നിന്റെ ഹൃദയത്തിന് ആഴമറിയുന്ന ദൈവം, ഓ, നിന്റെ മനസ്സറിയുന്ന തമ്പുരാൻ ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിനുള്ളിലേക്ക് തൊടുക. I would like to proclaim a mystery of that portion. അവിടുത്തെ ഒരു മർമ്മം പറയാം. അവൾ കരയുന്നത് യേശു കണ്ടു. അത് പ്രോബ്ലമാണ്, അത് കാര്യമാണ്, അത് കാര്യം. അവൾ കരയുന്നത്. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്നിട്ടവൻ മഞ്ചൽ തൊട്ടു. കരച്ചിൽ കാര്യമാണ്, പക്ഷെ അതിൻ്റെ കാരണം കിടക്കുന്നത് മഞ്ചലിനകത്താണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? ഈ സ്ത്രീയുടെ കരച്ചിൽ നിൽക്കണമെങ്കിൽ കരയണ്ട 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 എന്ന് പറഞ്ഞാൽ പോരാ, കരയാനുള്ള കാരണം എഴുന്നേൽക്കണം. ഓ, ആ കാരണം മഞ്ചലിനകത്ത് കിടക്കുക. യേശു എന്താ ചെയ്തത്? അവളുടെ കരച്ചിൽ കണ്ടിട്ട് കർത്താവ് മഞ്ചല് തൊട്ടു. ഓ, ഇന്ന് രാത്രി തമ്പുരാൻ വിളിച്ചു പറയുക, ഇവിടെ ഇരുന്ന് നീ കരയുമ്പോൾ എവിടെയോ തമ്പുരാൻ ആ മഞ്ചലുകളിൽ തൊടുന്നുണ്ട്. എവിടെയോ നിന്റെ ജീവിതത്തെ തകർക്കുന്ന ചില വിഷയങ്ങള് ഇന്ന് രാത്രി ദൈവം തൊടുന്നുണ്ട്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞെന്ന് ദൈവത്തെ സ്തുതിക്കുക. ആത്മശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കുന്ന രാത്രി എത്ര പേർക്ക് ദൂതിന്റെ ആഴം പിടികിട്ടുന്നവരുണ്ട്, ആഴം മനസ്സിലാകുന്നവർ? യെസ്. ദൂരെ പഠിക്കാനയച്ച തലമുറയോർത്ത് കണ്ണ് നിറയുന്ന അമ്മയോട് അടുത്ത ദൂതിലേക്ക് ഞാൻ അതാ കയറുന്നത്. യേശുവിൻ്റെ ഈ പടകയാത്ര ഒരു തലമുറയുടെ വിടുതലിന് വേണ്ടിയിട്ടാണ്. ഈ കാറ്റ് എവിടുന്നാ വന്നെന്ന് യേശുവിനറിയാം. ഇത് അക്കരെ നിന്ന് വന്ന കാറ്റാ.
എന്തിനായി കാറ്റ് അക്കരയെന്ന് വന്നത്? യേശുവിൻ്റെ പടക് മുക്കാനാ. യേശുവിൻ്റെ പടക് എന്തിന് അക്കരെ വന്ന കാറ്റ് മുക്കുന്നത്? അക്കരെ ഒരു 6000 ഭൂതം ബാധിച്ചൊരു ചെറുപ്പക്കാരൻ കിടക്കുന്നുണ്ട്. അവൻ യേശു എന്തിന് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞത്? സന്ധ്യയാണെങ്കിലും ഇരുട്ടാണെങ്കിലും സൂര്യനില്ലെങ്കിലും അവൻ വെളിച്ചമില്ലെങ്കിലും അക്കരയ്ക്ക് പോയേ മതിയാകൂന്ന് പറയാൻ കാരണം എന്താ? ഒരു തലമുറ അക്കരയിൽ നശിക്കുന്നുണ്ട്, അതിന്റെ വിടുതൽ നടക്കണം. ആമേൻ. ഒരുപക്ഷെ ശിഷ്യന്മാർക്ക് അത്ര ഉത്തരവാദിത്തം കാണുകയില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വിഷമം. യേശു സിറ്റുവേഷൻ നോക്കി ശുശ്രൂഷിക്കുന്ന ആളല്ല. വി ഓൾവേസ് ഒബ്സർവ് ദ സിറ്റുവേഷൻ ആൻഡ് വി വിൽ മിനിസ്റ്റർ സംതിങ്. നമ്മൾ സാഹചര്യം നോക്കി ശുശ്രൂഷിക്കുന്നവരാ. ആള് പറഞ്ഞാൽ പ്രസംഗിക്കുന്നത് പോലുമില്ല. പണ്ട് പള്ളിയിലെ ആൾ പറഞ്ഞപ്പം കപ്പ്യാരോട് അച്ഛൻ ചോദിച്ചെന്നാ പറയുന്നത്, കപ്പ്യാരെ ഇന്ന് പ്രസംഗം വേണോ? എന്ന് കപ്പ്യാർ പറഞ്ഞൊരു മറുപടി, പശു ചെറുതാണേലും പശു വലുതാണേലും കച്ചി വേണ്ടേ അച്ചോ എന്നാ കപ്പ്യാർ ചോദിച്ചത്. എന്നാ പിന്നെ കച്ചി കൊടുത്തേക്കാം എന്ന് അച്ഛനും പറഞ്ഞു. അച്ഛൻ 1 മണിക്കൂർ 20 മിനിറ്റും പ്രസംഗിച്ചു. പ്രസംഗം നിർന്നപ്പോൾ കപ്പ്യാർ പറഞ്ഞെന്നാ പറയുന്നത്, അച്ചോ എന്നാലും 3 പശുക്കളെ കൊണ്ട് 2 ലോറി കച്ചി തീറ്റിക്കണ്ടായിരുന്നു. 3 പശുക്കളെ കൊണ്ട് 2 ലോറി. ആമേൻ. ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുന്ന ആളല്ല. ഒരു അഭിഷക്തൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചാൽ ആ പ്രസംഗം പരിശുദ്ധാത്മാവാണ് അദ്ദേഹത്തിന് നൽകിയതെങ്കിൽ അത് ഭക്ഷിക്കാനുള്ളവർ ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കും, അത് കഴിക്കാനുള്ളവരത് ഉണ്ടായിരിക്കും, അതിന് അനുഗ്രഹം പ്രാപിക്കാനുള്ളവരവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓൺലൈനിൽ ഉണ്ടായിരിക്കും. ഈ ദൂതിന്റെ വിടുതൽ ആവശ്യമുള്ളവർ ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ ഈ ഓൺലൈനിനകത്തുണ്ട്. That's God's purpose. ആ ദൈവത്തിന്റെ പ്ലാനാ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, മനസ്സ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ഞാൻ അല്പം കൂടെ മുൻപോട്ട് പോകുക. സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ എല്ലാം ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ അല്പം വേഗത്തിൽ മുന്നോട്ട് പോകുക. യേശു അക്കരയിലേക്ക് പോകുക. ആമേൻ. അവിടെ 5-ാം അധ്യായത്തിന് 1 മുതൽ വായിക്കുമ്പോൾ യേശുവിനെ സ്വീകരിച്ചത്, ഗദര എന്ന ദേശത്ത് യേശുവിനെ സ്വീകരിച്ചത് ലെഗിയോൻ. ലെഗിയോൻ എന്ന വാക്ക് അരാമ്യ ഭാഷയാണ്. അതിൻ്റെ അർത്ഥം 6000 എന്നാണ്, 6000 എന്നാണ്. അഗസ്റ്റസ് കൈസർ എന്ന റോമൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരിയുടെ പട്ടാളത്തിൻ്റെ പേരായിരുന്നു ലെഗ്യോൻ. അയാളുടെ കൊടിയുടെ അടയാളമായിരുന്നു പന്നി. യഹൂദന്മാർ ഏറ്റവും കൂടുതൽ വെറുത്ത മൃഗമാണ് പന്നി. ആ പന്നിയാണ് അഗസ്റ്റസ് കൈസർ തൻ്റെ കൊടിയടയാളമായി വെച്ചതും. അയാളുടെ പട്ടാളത്തിൽ ലെഗ്യോൻ എന്നായിരുന്നു പേരെന്ന്. ഇതൊരു ചരിത്ര ഭാഗമാണ്. പോട്ടെ, ഞാനത് വിടുക. ഒരു യൗവനക്കാരനെ 6000 ഭൂതം ബാധിച്ച് അവൻ അക്കരെ, അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ കല്ലറകളിൽ പാർത്തു, മലകളിൽ കൂടെ നിലവിളിച്ച് പട്ടണങ്ങളിൽ ഒച്ചയുണ്ടാക്കി നടന്നു. ഈ ഭൂതം ബാധിച്ചവരെല്ലാം തലേ 2 കൊമ്പും വായ്ക്കാത്ത 2 നീണ്ട പല്ലും അങ്ങനെയൊന്നും ആയിരിക്കുകയില്ല. ഒന്നും തോന്നല്ലെന്ന് കിട്ടുമ്പോൾ ഇപ്പോൾ ഒന്നും ഭൂതത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ല. സഭയ്ക്കകത്തിരുന്ന് കൈവരെ തട്ടുന്നുണ്ട് ഭൂതം. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കണ്ടുപിടിക്കുന്നത് സ്വഭാവത്തിലൂടെ അറിയാം. ഈ ഭൂതം ബാധിച്ചവനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് 5:15 വായിച്ച സാറേ. 5:15 വെച്ചാൽ മർക്കോസ് 5:15 വായിച്ചേ. നമുക്ക് ഈ ഭൂതം ബാധിച്ചവൻ്റെ ലക്ഷണങ്ങളുള്ള ഒരു വാളകത്തുണ്ടോ നമുക്ക് നോക്കാം. ഈ ഇളകി വയലൻ്റായിട്ടൊന്നും നടക്കുന്നില്ലെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന് നോക്കാം നമുക്ക്. 5:15 വായിച്ച്. ലെഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ, ലെഗ്യോൻ ഈ 6000 ഭൂതം ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും. അപ്പൊ ഭൂതം മാറിക്കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ധരിച്ചു? വസ്ത്രം ധരിച്ചു. അപ്പൊ ഭൂതം ഉണ്ടായിരുന്നപ്പോൾ അവൻ എന്ത് ധരിച്ചില്ല? വസ്ത്രം ധരിച്ചില്ല. അപ്പൊ വസ്ത്രം ധരിക്കാത്തവർക്ക് ഭൂതമുണ്ടെന്ന് ഉറപ്പ്.
6000. പക്ഷെ അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ അവിടെ ഇവിടെയൊക്കെ കാണത്തക്കവണ്ണം ധരിക്കുന്നവർക്ക് 6000 ഇല്ലെന്നുള്ളേ ഉള്ളൂ. 10-60 ഭൂതവേലും കാണും. ഇപ്പം നിങ്ങൾക്ക് ഭൂതമുള്ളവരെ ചിലരെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മൊബൈലൊക്കെ തുറക്കുമ്പോൾ കാണാം. ചിലർക്ക് രാവിലെ മുതൽ വൈകുന്നവരെ വരെ ഭൂതത്തെ കണ്ടുകൊണ്ടിരിപ്പാ ജോലി. ആമേൻ. ഭൂതം ബാധിച്ചവന് നഗ്നത തിരിച്ചറിയത്തില്ല. ലോകമെന്ന് നഗ്നത വിറ്റ കാശുണ്ടാക്കുന്നേ. അർത്ഥാൽ ഭൂതം ബാധിച്ചതിനെ വിറ്റ് സ്വന്തം നഗ്നത വിൽക്കാൻ മടിയില്ലാത്തവർ ആദാമ്യ കാലം മുതൽ ഇന്ന് വരെ തുടരുകയാ. നീ ഒരു ദൈവവചനം പ്രസംഗിച്ച് യൂട്യൂബിലിട്ടെ, 345 വ്യൂവേഴ്സ്, 612 വ്യൂവേഴ്സ്. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് ചില കീറി പറഞ്ഞ തുണിയിട്ടുണ്ടിരുന്ന ഡാൻസ് ഇട്ടെ 76K, 112K. നല്ലപോലെ വസ്ത്രം ധരിച്ച് പ്രസംഗിക്കുന്നവന് K ഇല്ല. ഇതൊരു വല്ലാത്ത ലോകമാണ്. ബ്രൗൺ ഷുഗറും ഹാഷിഷും മരിഞ്ചുവാനയും കഞ്ചാവും MDMA-യും LSD-യും പെതഡിനും തുടങ്ങിയ മയക്കുമരുന്നുകൾ കൊണ്ട് യൗവനക്കാരെ 6000 ഭൂതമല്ല, അവൻ മയക്കുമരുന്ന് കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു ലോകം നമുക്ക് ചുറ്റും കാണാമെന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കാതെ ദിനപത്രങ്ങളിലൂടെ, ബ്രേക്കിംഗ് ന്യൂസുകളിലൂടെ ലോകമെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഇവിടെ ഭൂതം ബാധിച്ചവൻ കല്ലുകൊണ്ട്, എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക, കല്ലുകൊണ്ട് അവൻ്റെ ശരീരം അവൻ മുറിച്ചു, കല്ലുകൊണ്ട് അവൻ ശരീരത്ത് മുറിവുണ്ടാക്കി. എന്നാൽ ഇന്നത്തെ ഭൂതം ബാധിച്ചവൻ കല്ലുകൊണ്ടല്ല, അവൻ കഞ്ചാവ് കൊണ്ട്, അവൻ കള്ളുകൊണ്ട്, അവൻ മയക്കുമരുന്നുകൊണ്ട് അവന്റെ ജീവിതത്തിന് മുറിവുണ്ടാക്കുമ്പോൾ അവനും ഭൂതമാണ്, ഇവനും ഭൂതമാണ്. വായിച്ചോ നിങ്ങൾ? അവനെ ആരെ കൊണ്ടും അടക്കാൻ കഴിഞ്ഞില്ല. അവൻ ചങ്ങലകൾ മുഴുവൻ പൊട്ടിച്ചു. വായിക്കുക ഇനി. യെഹെസ്കേൽ പ്രവചനം 22:7-8, യെശയ്യാ പ്രവചനം 1:4-5-6. ആമേൻ. സദൃശവാക്യങ്ങൾ 5:9, 10, 11. സദൃശവാക്യങ്ങൾ 30:11-12. ഓരോന്നായിട്ട് നമുക്ക് വായിക്കാം. ഏതാ എടുക്കുന്നെങ്കിൽ റെഫറൻസ് പറഞ്ഞ് സാർ വായിച്ചു. ഏത് റെഫറൻസ് വായിച്ചു? യെഹെസ്കേൽ 1, യെശയ്യാ 1:4 മുതൽ. അയ്യോ പാപമുള്ളൊരു ജാതി, അയ്യോ പാപമുള്ളൊരു ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച്, ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞു, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരുക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. ശരിയാണോ? വായിക്കാം അടുത്തത്. യെഹെസ്കേൽ 22:7-8 വായിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ ചേരും. നിന്റെ മധ്യേ അവർ അപ്പനെയും അമ്മയെയും പുച്ഛിക്കുന്നു. ബഹുമാനമില്ല. അപ്പനെ വിളിക്കുന്ന മെയിൻ സ്വിച്ച് എന്നാ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഒരു തലമുറ നശിച്ചു പോകുന്ന കണ്ടിട്ട് എന്റെ കർത്താവിന് സഹിച്ചില്ല. അതുകൊണ്ട് ആ ശിഷ്യന്മാർ പറഞ്ഞു, അക്കരയ്ക്ക് പോകാം. ഭൂതം ബാധിച്ചൊരു തലമുറ, പ്രശ്നത്തിൽ അകപ്പെട്ടൊരു തലമുറ, ചങ്ങലകൾക്ക് പോലും ബന്ധിക്കാൻ കഴിയാത്തൊരു തലമുറ, കല്ലറകളിൽ പാർക്കുന്നൊരു തലമുറ, പർവ്വതങ്ങളിലൂടെ നിലവിളിച്ച് നടക്കുന്നൊരു തലമുറ, ആർക്കും അടങ്ങാത്ത ഒരു തലമുറ. വായിക്കാം സദൃശവാക്യങ്ങൾ 5-ാം അധ്യായം 9, 10, 11. Proverbs. Yes. നിന്റെ യൗവനശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത്. കണ്ടവർ നിന്റെ സമ്പത്ത് കണ്ടവർ മദ്യഷാപ്പിലും മയക്കുമരുന്നിന്റെ ഷാപ്പിലും കണ്ടവർ നിന്റെ സമ്പത്ത്
തിന്നുകളയരുത്. ഹല്ലേലൂയ. എനിക്ക് ഇച്ചിരി അവൻ ഗ്രാഹ്യമായിട്ട് ആ ഭാഗത്ത് പറയണമെന്നുണ്ട്. പക്ഷേ ഇവിടെ ഒത്തിരി പ്രായമുള്ള മാതാപിതാക്കളൊക്കെ ബഹുമാനിച്ച് വിസ്താര ഭയത്താൽ ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. ആമേൻ. ഈ തലമുറ വല്ലാത്തൊരു കണ്ടീഷൻ പോയിക്കൊണ്ടിരിക്കുക. കേരളത്തിലെ പോക്സോ കേസുകൾ വർദ്ധിക്കുന്നു. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ മഹാസമ്മേളനത്തിൽ വിളിച്ചു പറയുക, തലമുറയെ ഓർത്തു കരയുന്ന മാതാപിതാക്കളെ, ആമേൻ, നിങ്ങളുടെ തലമുറ ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെടട്ടെ. നിങ്ങളുടെ തലമുറ ദൈവത്തെ അറിയുന്നവരാകട്ടെ. നിങ്ങളുടെ തലമുറ പ്രാർത്ഥിക്കുന്നവരാകട്ടെ. നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാകട്ടെ. കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനകൾ നടക്കട്ടെ. അവർ ദൈവത്തിന്റെ മക്കളായി മാറട്ടെ. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയുടെ വാതിൽ 2023 ഒരു പ്രഭാതം രാവിലെ 9 മണിക്ക് 10-50 പേരുണ്ട്. ചില അമ്മമാർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഞാനവിടെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ. ഞാൻ ഈ മോർച്ചറിയുടെ വാതിലിൻ്റെ അവിടെ വന്നപ്പോൾ ഈ രംഗം കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു അറ്റൻഡറോട് ചോദിച്ചു, സാർ എന്താ സാർ ഇവിടെ പ്രശ്നം? ആരാണ് മോർച്ചറിക്കകത്ത്? ആരെന്നല്ല, അടിമാലിയിൽ നിന്ന് ഒരു ശവശരീരം കിട്ടി ഇന്നലെ. 23 വയസ്സോളം പ്രായം വരും. അവൻ്റെ പേരൊന്നും അറിയത്തില്ല. പക്ഷെ അവൻ്റെ കോളറയിൽ കോട്ടയത്തെ ഒരു തയ്യക്കടയുടെ പേരുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ മാനാണോ എന്നറിയാൻ വന്ന 50 ഫാമിലിയാണ് നിൽക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഇരിക്കുന്നൊരു അമ്മ എന്നോട് പറ, അങ്ങനൊരു വാർത്ത കേട്ടാൽ നിങ്ങൾ പോകുമോ? അത് നിങ്ങളുടെ മകനാണോ എന്നറിയാൻ? നോ, നമ്മൾ പോകില്ല. പോകുമോ? ഇല്ല. കാരണം എൻ്റെ മകൻ മോർച്ചറിക്കകത്ത് വരില്ല. ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ മൗനമുണ്ടല്ലോ, അതെനിക്കിഷ്ടമാണ്. ഇപ്പം ശാന്തമായിട്ടിരിക്കണം. കാരണം നിങ്ങളുടെ അകത്തൊരു തേങ്ങലുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ മക്കൾ ദുരൂഹ സാഹചര്യത്തിൽ ഒരു ശവശരീരമായിട്ട് മോർച്ചറിക്കകത്ത് വരുന്നില്ലെന്ന് വിശ്വസിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ കുടുംബം. ദൈവത്തെ സ്തുതിക്കുക. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ട്? എത്ര പേര് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ട്? 24 സങ്കീർത്തനത്തിന് 6-ാം വാക്യം നിങ്ങൾക്കറിയാമോ? ഇതാകുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. പാസ്റ്റേഴ്സിനോട്, ബഹുമാനപ്പെട്ട പുരോഹിതന്മാരോടെല്ലാം ബഹുമാനത്തോട് ഞാൻ പറയും, നമ്മുടെ എല്ലാം സഭകളിൽ കുടുംബ കോൺഫറൻസുകൾ വെക്കണം. അപ്പനോടും അമ്മയോടും മക്കളോടും കുടുംബം എന്താണെന്ന് പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ നമ്മുടെ സഭകളിൽ ഉണ്ടായേ മതിയാകൂ. നമ്മുടെ തലമുറ ദൈവത്തിൻ്റെ തലമുറയായി മാറട്ടെ. നമ്മുടെ തലമുറ ദൈവമുള്ള തലമുറയായി മാറട്ടെ. അനുഗ്രഹിക്കപ്പെടുന്ന തലമുറയായി മാറട്ടെ. കുറച്ച് വാക്യങ്ങളൊക്കെ ഞാൻ വിട്ടു, കാരണം എനിക്ക് എല്ലാം വായിക്കാൻ സമയം പോരാ. സഭാപ്രസംഗി 9-ാം അധ്യായം 12-ാം വാക്യം, യശയ്യാപ്രവചനം 51-ാം അധ്യായം 20-ാമത്തെ വാക്യം, വളരെ പ്രധാനപ്പെട്ട വാക്യം. ഈ കാലഘട്ടത്തിൽ വായിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും വായിക്കാം. സഭാപ്രസംഗം എടുക്കുക സാറേ. അതിൻ്റെ 9-ന്റെ-12 ഞാൻ എഴുതി തന്നല്ല, പക്ഷേ ഈ രാത്രി ഒന്ന് വായിക്കാൻ എനിക്കൊരു ആത്മപ്രേരണ. അതുകൊണ്ടാണ്. യെസ്, സഭാപ്രസംഗി എക്ലിസിയാസ്റ്റിക് ചാപ്റ്റർ 9:12. മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ല, വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെയും. എനിക്കതാ ഇഷ്ടം. വല്ലാത്ത വല, ഇംഗ്ലീഷിൽ ഈവിൾ നെറ്റ് എന്നാ. ഈവിൾ നെറ്റ്. ദ പീപ്പിൾ ദേ ആർ ഓൾവേസ്, ആമേൻ, ദേ ആർ ട്രാപ്ഡ് വിത്ത് ദ ഈവിൾ നെറ്റ്. ഇന്നത്തെ തലമുറ ഏതിനകത്ത് വീണിരിക്കുന്നു? വല്ലാത്ത വലക്കകത്ത് വീണു, നെറ്റിനകത്ത്. ആമേൻ. വല്ലാത്ത വലക്കകത്ത്. ബൈബിളിലുണ്ടത്. നിങ്ങൾക്കറിയാമോ, 2000 വർഷം മുമ്പ് നെറ്റില്ല, മൊബൈലില്ല. പക്ഷെ അന്ന് കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകിയപ്പോൾ, ആമേൻ, മർക്കോസിൻ്റെ മാളിക മുറി 120 പേരിരുന്ന് പരിശുദ്ധാത്മാവിനെ നൽകിയോ? എന്നാൽ കേട്ടോ, നൽകിയപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കം ഉണ്ടായി. വാക്യമൊന്നും അറിയത്തില്ലേ? അത് എംപോസിഷൻ എഴുതി പഠിക്കണം കേട്ടോ. അവർ കൊടിയ കാറ്റടിക്കുന്ന പോലെ സ്വർഗത്തിൽ നിന്നൊരു മുഴക്കം ഉണ്ടായപ്പോൾ, മുഴക്കം ഏത് അവയവത്തെ തൊടും? ചെവി. അപ്പം ചെവി അഭിഷേകം പ്രാപിച്ചു. അപ്പം ആദ്യം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ എവിടാ തൊട്ടേ? ചെവിയെ. അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. 2-ാമത്തെ വാക്യം, അപ്പോൾ അവരത് ശ്വസിച്ചു. അപ്പം മൂക്കിനെ തൊട്ടു. അതുകൊണ്ടാണ് അഭിഷേകം പ്രാപിച്ചതിന് മൂക്കിൽ കൂടെ പുക വരാത്ത. പിടി കിട്ടിയോ നിങ്ങൾക്ക്? അപ്പോൾ 2-ാമത് മൂക്കിനെ തൊട്ടു, അവരത് ശ്വസിച്ചു. 3, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അപ്പോൾ എവിടെ തൊട്ടു? കണ്ണിനെ തൊട്ടു. പ്രത്യക്ഷമായി എന്ന് പറയുമ്പോൾ കണ്ണിനെയല്ലേ തൊട്ടേ? കണ്ണിനെ തൊട്ടു. അതുകൊണ്ട്
ഇവൻ ഏത് മൊബൈൽ കിട്ടിയാലും കൊള്ളാം, ഏത് ടി വി കണ്ടാലും അഭിഷേകം പ്രാപിച്ചവൻ്റെ കണ്ണുകൊണ്ട് കാണാമെന്നതേ അവൻ കാണൂ. കാരണം പരിശുദ്ധാത്മാവ് എവിടെ തൊട്ടു? കണ്ണിനെ തൊട്ടു. അടുത്തത് അവരുടെ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. കറക്റ്റാണോ വാക്യം? കറക്റ്റാണോ? അപ്പോൾ അവൻ്റെ തൊലിയെ തൊട്ടു. അതുകൊണ്ട് ഒരു ഐസ്ക്രീം പാർലറിലും കണ്ടവരുടെ കയ്യെ പിടിച്ചുകൊണ്ട് പോകത്തില്ല. ചിരിക്കുവോ, അടുത്തിരിക്കുന്നവരെ ഞുള്ളുവോ, സ്വോത്രം പറയുവോ, എന്തായാലും ചെയ്തു. ഫ്രീസലോ കർത്താവിനൊന്ന് സ്തുതിക്കെങ്കിലും ചെയ്യും. ഹല്ലേലൂയ. കാരണം വെച്ചാൽ ഇവൻ്റെ തൊലിയെ കർത്താവ് തൊട്ടു, അഭിഷേകം തൊട്ടു. അടുത്തത് എല്ലാവർക്കും ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയ പോലെ അന്യഭാഷയിൽ. അപ്പം നാക്കിനെ തൊട്ടു. ഇനി കേട്ടോ, ചെവി, മൂക്ക്, കണ്ണ്, ത്വക്ക്, നാക്ക്, ഈ 5ൻ്റെ പേരാണ് പഞ്ചേന്ദ്രിയം. ഈ 5 പേരാണ്. ഈ 5 വണ്ടിയെ കൂടാണ് ഈ പാപം മുഴുവൻ നമ്മുടെ അകത്ത് കയറുന്നത്. ഏത് നെറ്റ് നിങ്ങൾ ഉപയോഗിച്ചാലും, ഏത് യൂട്യൂബ് ഉപയോഗിച്ചാലും, ഏത് വാട്സാപ്പ് ഉപയോഗിച്ചാലും, ഈ 5 ഈ 5 വണ്ടിയെ കൂടെ പാപം അകത്തോട്ട്. ഇത് കർത്താവിന് അറിയാവുന്നതുകൊണ്ട് 2000 വർഷം മുമ്പ് ഈ 5 പിടിച്ച് അഭിഷേകം ചെയ്താ വിട്ട. പ്രൈസ് ദി ലോർഡ്. കൃപയുള്ളവർ നല്ലപോലെ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുക. നല്ലപോലെ ഈ 5 ഈ പഞ്ചേന്ദ്രിയങ്ങളെ, 5 സെൻസസ്, ഇതിനകത്തൂടെ അല്ലാതെ ഒരു പാപത്തിന് നമ്മുടെ അകത്ത് കയറാൻ കഴിയില്ലെന്ന് യേശുവിന് അറിയാവുന്നത് കൊണ്ട് അവൻ പരിശുദ്ധാത്മാവ് ഈ 5 തൊട്ടു. ആമേൻ. നിങ്ങൾ ഏത് പത്രം വായിച്ചാലും, ഏത് ടി വി വായിച്ചാലും, 6 തോളെ കേട്ടാലും, ഏത് ഐസ്ക്രീം പാർലറിൽ പോയാലും ഈ പഞ്ചേന്ദ്രിയത്തിൽ കൂടെ അല്ലാതെ പാവാകത്ത് ഒന്നി കേൾവി, അല്ലേ കാഴ്ച, അല്ലേ സാഹചര്യം, ശ്വസനം എന്ന് ഉദ്ദേശിച്ച സാഹചര്യം, അല്ലെങ്കിൽ തൊടുക, പിടിച്ചുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ സംസാരം. ഈ 5 കർത്താവ് അങ്ങ് അഭിഷേകം ചെയ്തു. പഞ്ചേന്ദ്രിയങ്ങൾ അഭിഷേകം പ്രാപിക്കാത്ത അഭിഷേകവും അല്ല. അന്യഭാഷയൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ പറഞ്ഞു, അനുവിരോധമൊന്നുമില്ല. മനസ്സിലായില്ല? ഈ നമ്പൂതിരിമാർക്ക് ഉച്ചി കുടുമിയുണ്ട്. കുടുമി നിങ്ങൾക്കറിയാമോ? നല്ല ബ്രാഹ്മണൻ, ശുദ്ധ ബ്രാഹ്മണൻ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞിട്ട് തൻ്റെ കുടുമി തുണി കൊണ്ട് തുവർത്താറില്ല. പകരം ആ കുടുമിയുടെ കെട്ടഴിച്ചിട്ടിട്ട് ഇങ്ങനെ കുടയത്ത് മാത്രമേ ഉള്ളൂ. അതാണ് അവരുടെ ശുദ്ധ ബ്രാഹ്മണൻ്റെ ശീലം. എന്നാൽ ഒരിക്കൽ സന്ദർഭവശാൽ ഒരു ശുദ്ധ ബ്രാഹ്മണൻ ഒരു കേസിലകപ്പെട്ടു. പോലീസ് റിമാൻഡ് ചെയ്തു. പോലീസ് ജയിലിനകത്തെ പ്രത്യേകത, ജയിലിൽ ചെല്ലുന്നവരുടെ വസ്ത്രം മാറും, അവർക്ക് ജയിൽ വസ്ത്രം കൊടുക്കും, തല മുട്ടയടിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബി ജയിലിൽ വെച്ച് എന്ത് ചെയ്തു? മുട്ടയടിച്ചു. തനിക്കിപ്പോൾ എന്തില്ല. പക്ഷെ ഇപ്പോഴും പുള്ളി രാവിലെ കുളിച്ചു കഴിഞ്ഞ് ഒരു 3-4 വർഷം കൂടെയും കുടുംബി പോയ വിവരം പുള്ളി അറിഞ്ഞില്ല. അങ്ങനെ അന്യഭാഷയൊക്കെ പറയുന്നവർ നമ്മുടെ ഇടയിൽ ഇല്ലാതില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ആരുമില്ല കേട്ടോ. ഇങ്ങനെ ആരും ഈ പന്തലിനകത്തില്ല. അതെന്തിനാ അങ്ങനെ പറഞ്ഞ്? അതെനിക്ക് സന്തോഷത്തോടെ ഇവിടുന്ന് പോകാൻ വേണ്ടി പറഞ്ഞതാ. പ്ലീസ്, എനിക്കൊരു സമാധാനം വേണ്ടേ? ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു നിർത്താം. 6000 ഭൂതത്തെ ദൈവം 2000 പന്നിയിലേക്ക് വിട്ടു. 6000 ഭൂതത്തെ 2000. ഒരു പന്നിക്ക് എത്ര ഭൂതം? 3 ഭൂതം. 6000 ഭൂതം 2000 പന്നിയിൽ പോയാൽ ഒരു പന്നി വെള്ളത്തിൽ ചാടി സൂയിസൈഡ് ചെയ്തു. അപ്പോൾ സൂയിസൈഡ് ചെയ്യുന്നവർക്കെല്ലാം എത്ര ഭൂതമുണ്ട്? ഏറ്റവും കുറഞ്ഞത് 3 ഭൂതം. ഈ ഭൂതത്തിൻ്റെ ടെൻഡൻസി, ഈ ഭൂതത്തിൻ്റെ സ്വഭാവം ആത്മഹത്യ ചെയ്യുന്ന ഭൂതമാണ്. പക്ഷെ ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന മർമ്മം. 3 ഭൂതം കയറിയ പന്നി ആത്മഹത്യ ചെയ്തു. പക്ഷേ ഇതേ ഭൂതം 6000 ഉണ്ടായിരുന്നിട്ടും ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തില്ല. വൈ? അതാണ് 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അവൻ ദക്കപ്പൊലി നാട്ടിൽ സുവിശേഷകനായി മാറി. സ്വത്രം പറഞ്ഞാട്ടെ. വാളകത്തൊക്കെ ഭൂതം ബാധിച്ച് ചിലരുണ്ട്. എൻ്റെ തമ്പുരാനവനെ ആത്മഹത്യ ചെയ്യാതെ കൊല്ലാതെ നിർത്തിയിരിക്കുന്നത് അടുത്ത യൂണിയൻ കൺവെൻഷൻ്റെ പോസ്റ്റർ ഒട്ടിക്കാൻ പശ തേക്കുന്ന അവൻ. അതുകൊണ്ടാണ്. കൃപയുള്ളവർ ദൈവത്തെ നല്ലപോലെ ഒന്ന് സ്തുതിച്ചാട്ട്. അവൻ തകർത്ത് കളയാൻ അല്ല, ദൈവം ഒരു തലമുറയെ പണിതെടുക്കുക. ഇവിടെ നമ്മൾ കാണുന്നത് അക്കരയിൽ നിന്ന് പുറപ്പെട്ട യേശു ശിഷ്യന്മാരും ഇക്കരയിൽ ഒരു തലമുറയെ പണിതെടുക്കുന്നതാ. തകർന്നു പോകാനല്ല. സ്തോത്രം. അവൻ തകർന്നു പോകാമായിരുന്നു. ഹല്ലേലൂയ. ഞാനിന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞു നിർത്താം. 2000 പന്നി 6000 ഭൂതം കയറിയപ്പോൾ കടും തൂക്കോടെ വെള്ളത്തിനകത്ത് ചാടി. പന്നി മുഴുവൻ ചത്തു. വെള്ളത്തിൽ ചാടിയ പന്നി മുഴുവൻ ചത്തു. എഴുതി കിട്ടോ. പക്ഷെ എൻ്റെ ചോദ്യം, ഭൂതം ചത്തോ?
പക്ഷെ ഇതുവരെ ആരും പ്രസംഗിച്ച് കേട്ടിട്ടേ ഇല്ല അത്. ഞാനിങ്ങനെ കുറേ ഈ ഇച്ചിരി ക്രിട്ടിക്കലായിട്ടുള്ളതൊക്കെ ചിന്തിക്കും ഞാൻ. പന്നി മൊത്തം ചത്തു, ശരിയല്ലേ പക്ഷേ? പക്ഷെ എൻ്റെ ചോദ്യം, ഭൂതം ചത്തോ? ഭൂതം ചാകത്തില്ലല്ലോ. വെള്ളം കുടിച്ചാൽ ഭൂതം ചാകുമോ? ഇല്ല. എങ്കിൽ ആ ഭൂതം എന്ത് ചെയ്യും? ഒരു ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യനാണ്. ഞാൻ എൻ്റെ ഒരു ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ വായിച്ച് അങ്ങനെയൊന്നും നമുക്ക് പിടികിട്ടുന്ന ഒരു രീതിയിലല്ല കിടക്കുന്നത്. എന്നാൽ ഞാനത് കണ്ടുപിടിച്ചു. 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം സാറൊന്ന് വായിച്ച് കേൾപ്പിച്ച സാറേ. 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. അപ്പോൾ അവർ അവനോട്, അവർ എന്ന് പറഞ്ഞാൽ പന്നികൾ മേയിച്ചുകൊണ്ടിരുന്നവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. ഞങ്ങളുടെ അതിരിൽ ഇനി നീ നിൽക്കരുതെന്ന് ആരോട് പറഞ്ഞു? യേശുവിനോട് പറഞ്ഞു. എങ്കിൽ ഭൂതം എവിടെ കയറിയിട്ടുണ്ട്? അവരുടെ മേൽ കയറിയിട്ടുണ്ട്. ആമേൻ. ഒരു നിയോഗത്തിൽ എൻ്റെ ഉത്തരം പറഞ്ഞതാ. ആമേൻ. ചെളി പിടിച്ച പന്നിയെ മേയിച്ചുകൊണ്ട് നടന്ന 2000 പന്നികൾ നഷ്ടപ്പെട്ടു പോയ അവർക്ക് യേശുവിനി ഞങ്ങളുടെ അടുത്തോട്ട് വരരുതെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. കാരണം അതിൻ്റെ ആദ്യം കിടപ്പുണ്ട്, ഭൂതം ബാധിച്ചവൻ ദൂരെ മാറി നിന്നുകൊണ്ട് യേശുവിനോട് സംസാരിച്ചു എന്ന് 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. ശരിയല്ലേ? 5-ന്റെ 6 വായിച്ചേ. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട്, ആ ഭൂതം ഉണ്ടായിരുന്നപ്പോൾ അവൻ എവിടെ നിന്നേ? ദൂരെയാ. ഇപ്പോൾ ഇവരും പറയാണ്, അടുക്കരുതാ യേശുവിനോട്, ദൂരെ പോവും, ഞങ്ങളെ വിട്ടു പോവും എന്ന് പറയുമ്പോൾ ആ ഭൂതം ആ പന്നി മേച്ചവരുടെ മേലിലേക്ക് വരിക. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിർത്തുകയാണ്. യേശുവിനോട് ആ ഭൂതം ബാധിച്ചവൻ ചോദിക്കുന്നു, 5-ാം അധ്യായത്തിൻ്റെ 18-ഉം 19 ഞാനും നിന്നെ അനുഗമിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം പ്ലീസ്. യേശുവിനോട് അവർ ചോദിക്കുന്നു, ഞാനും നിന്നെ അനുഗമിക്കട്ടെ. യേശുവിന് മറുപടി പറഞ്ഞു, ഇല്ല, നീ നിൻ്റെ വീട്ടിൽ ചെന്ന് എല്ലാവർക്കും സാക്ഷിയാകണം. നിൻ്റെ ദേശത്ത് നീ എല്ലാവർക്കും സാക്ഷിയാകണം. ഇന്ന് രാത്രി വചനം കേട്ട നിങ്ങൾക്കൊരു ദൗത്യം കർത്താവ് തരിക. ദാറ്റ്സ് എ മിഷൻ. നിങ്ങൾക്കെല്ലാവർക്കും ഒരു മിഷൻ ദൈവം തരികയാണ്. ഇന്ന് മുതൽ നീ യേശുവിൻ്റെ സാക്ഷിയാണ്. നീ പോകുന്നിടത്തെല്ലാം യേശുവിൻ്റെ സാക്ഷിയാ. നീ പറയണം, യേശുവിനെ തൊട്ടു, യേശുവിനെ രക്ഷിച്ചു, യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു, എൻ്റെ ജീവിതത്തെ മാറ്റി. ഇന്നലെ വരെ ആർക്കും വേണ്ടാത്തവനായിരുന്നു ഞാൻ, വേണ്ടാത്തവളായിരുന്നു. എന്നാൽ കർത്താവ് എന്നിൽ വന്നതുകൊണ്ട് എന്നിൽ വലിയ മാറ്റമുണ്ടായി. എല്ലാ കണ്ണുകളും അടച്ച് സ്തോത്രം പറയാൻ തുടങ്ങിയാട്ടെ. ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചാട്ടെ. പരിശുദ്ധാത്മാവിനൊന്ന് വിട്ടുകൊടുത്താട്ടെ. എല്ലാവരും ആ ക്രൂശിലേക്ക്. അത് തന്നെയല്ലേ നമ്മൾ ക്രൂശിൽ കണ്ടത്. ആമേൻ. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവകരങ്ങളിലേക്ക് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പരിശുദ്ധാത്മാവിന് ഒരു നിമിഷം വിട്ടുകൊടുത്താട്ടെ. ഇന്ന് രാത്രി എൻ്റെ കൂടെ ആ ക്രൂശിനെ ധ്യാനിക്കുന്ന ഒരു വരി പാട്ട് ഞാൻ പാടുമ്പോൾ, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൽ ജീവിക്കും ഞാനിനി. പറ, തീരുമാനമെടുക്കുക. ദൈവത്തിൽ ജീവിക്കും ഞാനിനി. ക്രൂശിന്മേൽ കാണുന്ന പ്രാണനാഥൻ என்பர்காய் ചാകുന്നു. പ്രാണനാഥൻ என்பர்காய் ചാകുന്നു. പ്രാണനാഥൻ
என்பதற்காய் ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഇന്ന് രാത്രിയെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ഞാൻ വന്ന് തൊടില്ല, പക്ഷേ യേശു ആ കയ്യിൽ വന്ന് തൊടും. നിങ്ങളെ കരം ഉയർത്തിപ്പിടിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ കയ്യിൽ തൊടും. ഇന്ന് രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യം എന്താണോ കർത്താവിൻ്റെ പാദത്തിലേക്ക് വെച്ചിട്ട് ആ കരം ഉയർത്തിപ്പിടിക്കുമ്പോൾ അഖിലാണ്ടത്തിലൂടെ അവരെ കരങ്ങളെ തൊടട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല ശാന്തതയിൽ അങ്ങയുടെ തിരുവചനത്തിൻ്റെ ആഴമായ സത്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചതിനാൽ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കരയുമ്പോൾ അതിൻ്റെ കാരണത്തെ തൊടുന്നൊരു ദൈവമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഞങ്ങൾ തകർന്നു പോകാൻ സാധ്യതയുള്ളിടത്ത് തലവെച്ചൊരു ദൈവമുണ്ട്. ആമേൻ. ഇന്ന് രാത്രി കേട്ടതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി മാറട്ടെ. ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന സകല കരങ്ങളെ ദൈവം തൊടണം. അവരുടെ ആവശ്യങ്ങളെ ദൈവം തൊടണം. അവരുടെ കുടുംബത്തെ ദൈവം തൊടണം. അവരുടെ തലമുറകളെ ദൈവം തൊടണം. കർത്താവേ, ഒരു പുതിയ തലമുറ പണിയെടുക്കപ്പെടട്ടെ. ഒരു പുതിയ ദക്കപ്പള്ളി നാട്ടിൽ സുവിശേഷം അറിയിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദേശത്ത് സാക്ഷിയായ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. കർത്താവേ, തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി സ്റ്റേജിലായിരിക്കുന്ന അഭിഷക്തന്മാരെല്ലാം കർത്താവ് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. നല്ല മ്യൂസിക് ടീമിനെ കർത്താവ് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്തതിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. കടന്നു എല്ലാവരും അനുഗ്രഹിച്ചോടെ ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മഹായോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചെല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ